നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ളൊരു സെൽഫ് കണക്ഷൻ ഫീൽ ചെയ്യാൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു സേഫ് സോണാണ്. നർവ്സിലേക്കും ബോൺസിലേക്കും ഓരോ കോശങ്ങളിലും പ്രകാശം കൊണ്ട് ലൈഫിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്ത ആളുകൾ നമ്മൾ നമ്മളുടെ ലൈഫായിട്ട് ഇതിനെ ഉപമിക്കാൻ വേണ്ടി പോകണം. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അന്നത്തെ GT കേട്ട കാര്യം അതായിരിക്കും കോച്ചിങ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ യു ആർ നോട്ട് ആക്സെപ്റ്റിംഗ് യുവർസെൽഫ് കംപ്ലീറ്റ്ലി. അപ്പോൾ രാവിലെ തന്നെ നീറ്റ് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. മീൻസ് എന്തായിരുന്നു ഇയാളുടെ സെലൻസ്, അത് ഓൾറെഡി അറ്റൻഡ് ചെയ്യേണ്ടത് ഇയാളുടെ ഇന്റൻഷൻ എന്തായിരുന്നു? പക്ഷെ അത് ഹീലായിട്ടില്ലാന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് മനസ്സിലായത്. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് സമയം എടുക്കേണ്ട ടാസ്ക് ആയിരുന്നു. എന്തായാലും എല്ലാവരും ആപ്പിൾ ട്രീ ഒക്കെ വരച്ചു എന്ന് പറഞ്ഞതിൽ സന്തോഷം. ഇന്ന് നമ്മൾ 276th GT ആണ്. അപ്പം GT പറ്റി അറിയാത്തവർക്ക് ഓൾറെഡി ബിഗിനിങ്ങിൽ ഗൈഡ് ടോക്ക് എന്താണെന്നൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഗൈഡ് ടോക്ക് 5 ഫേസിലൂടെ കടന്നു പോകുന്നതിൽ ആദ്യത്തെ 2 ഫേസാണ് കഴിഞ്ഞത്. നമ്മൾ മോർണിംഗ് മെഡിറ്റേഷനും ആൻഡ് ഓൾസോ ക്രിയേറ്റീവ് ആക്ടിവിറ്റിയും. ഇനി കുറച്ച് നേരം നമ്മുടെ കോച്ചസിൻ്റെ ഇൻസൈറ്റും അത് കഴിഞ്ഞ് നമുക്ക് മെയിനായിട്ടുള്ള ഗൈഡ് ടോക്ക് കുറച്ച് നേരം നമ്മൾ വിസ്ഡം കേട്ടിരിക്കുക എന്നുള്ളത്. അവിടെ വിസ്ഡം കേട്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഈ ഒരു അവയർനെസ്സിൽ ഇരിക്കുമ്പം നമ്മുടെ ബ്രെയിനിൽ നടക്കേണ്ട കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അത് കറക്റ്റ് നടക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം, ഇന്നിപ്പോൾ രാവിലെ അർജൻറ്റീനയുടെ മാച്ച് നടന്നുകൊണ്ടിരിക്കുക, എന്നിട്ടും ഇത്രയും പേര് വന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. ഓൺലൈൻ ലിസ്റ്റിൽ 350 പേര് നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയപ്പോൾ ഒന്ന് നോക്കി എല്ലാവരും ഉണ്ടോ. അപ്പം മെഡിറ്റേഷൻ നടക്കുമ്പോൾ തന്നെ 300 പേരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു പ്ലാനായിട്ടൊന്ന് വന്നത്, ഒരു ബി പ്ലാനായിട്ട് മെഡിറ്റേഷൻ എൻ്റർ ചെയ്യാത്തവർക്ക് Q&A ഓപ്ഷൻ കൊടുക്കില്ല എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ നിങ്ങൾ എന്നെ പറ്റിച്ചു എന്നുള്ളതാണ്. എല്ലാവരും ഓൺ ടൈം തന്നെ ജോയിൻ ചെയ്തു. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഗൈഡ് ടോക്ക് അത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആവുന്നുണ്ട് എന്നതുകൊണ്ടാണല്ലോ ഇത്ര തന്നെ ചോയ്സുകൾ ഉണ്ടായിട്ടും നിങ്ങൾ നേരത്തെ വന്നിരിക്കുന്നത്. അതിൽ നമ്മളും വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് GTയിലെ ജസ്റ്റ് കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ വിസ്ഡത്തിൽ കണ്ടംപ്ലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ അറിവിന് പല തരത്തിലുള്ള എനർജി ഉണ്ട്. അറിവ് എന്നല്ല, നമ്മൾ എവിടെ സമയം ചിലവാക്കുകയാണെങ്കിലും ആ ചിലവാക്കുന്നിടത്തിലൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ഊർജ്ജം കൂടിയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങുമ്പോൾ പോലും, ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പോലും അവിടുത്തെ ഒരു ഊർജ്ജ വലയത്തിലാണ് നിങ്ങൾ സമയം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സാധ്യതകളാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. നമുക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ നമ്മുടെ പരിസരത്തെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഊർജ്ജ വലയത്തിലാക്കി മാറ്റാം, ഊർജ്ജാവസ്ഥയിലാക്കി മാറ്റാം. എപ്പോഴും അങ്ങനെ ആയിക്കോളുന്നില്ല. നമ്മളെ സറൗണ്ടിങ്സ് എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കില്ല. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ പരിസ്ഥിതികളിൽ ഇരിക്കുമ്പോഴും നമുക്ക് അകത്ത് നിന്നും നമ്മുടെ ഊർജ്ജത്തെ അനുകൂലമാക്കി മാറ്റിയാൽ നമുക്ക് എലവേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഗൈഡ് റോക്കിൻ്റെ പ്രത്യേകത അകത്തും പുറത്തും ഒരുപോലെ അനുകൂല സാഹചര്യം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ, ഓൺലൈനിൽ ഇരിക്കുമ്പോഴും ഇവിടെ ചുറ്റിലിരിക്കുന്നവരൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായിട്ടായിരിക്കണത്. ആരും തന്നെ അടുത്തുള്ളവർക്കൊന്നും കിട്ടാണ്ടായി പോരുതേ എന്ന് ചിന്തിക്കില്ല. എന്നെക്കാളും കൂടുതൽ വിസ്ഡം അവർക്ക് കിട്ടരുതേ എന്ന് ചിന്തിക്കില്ല. ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ ഒരുപാട് മാജിക്സ് വിറ്റ്നസ് ചെയ്തു. മറ്റുള്ള അടുത്തിരിക്കുന്നവരും കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവരും സന്തോഷത്തിലാകട്ടെ. ഒരാൾക്ക് ചെറിയൊരു വേദന അവരോട് പങ്കുവെക്കുമ്പോഴേക്ക് എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് സ്നേഹം ചൊരിഞ്ഞു കൊടുക്കുന്ന, അവർക്ക് പ്രാർത്ഥനകൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ. ഇന്നലെ വരെ കാണാത്ത, പരിചയമില്ലാത്ത ആർക്കൊക്കെ വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്കുള്ളിലെ നന്മയെ നമ്മൾ പ്രാക്ടിക്കലി പുറത്തെടുക്കുക. എന്ത് ചെയ്യല്ല, ഇവിടെ വന്നിട്ട് നിങ്ങൾ നല്ലത് ചിന്തിക്കണട്ടോ എന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് നല്ലത് ചിന്തിക്കാനല്ല പറഞ്ഞത്. ഇവിടെ തന്നെ നിങ്ങളെ കൊണ്ടത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കാണിച്ചു തന്നിട്ടാണ് വിടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺവിക്ഷനും ഫെയ്ത്തൊക്കെ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻ്റാണ് നമ്മൾ ഇപ്പം എന്ത് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ളതല്ല, ആ ടോപ്പിക്കിൻ്റെ എനർജിയാണ് മാറ്റേഴ്സ്. അറിവിന് ഊർജ്ജമുണ്ട്. ഞാൻ ഗൈഡഡ് കോഡ് വർക്ക്ഷോപ്പ് ചെയ്യുമ്പം പാർട്ടിസിപ്പൻസിനോട് പറയാറുണ്ട്, ജീവനുള്ള അറിവ് സ്വീകരിക്കണം. ചത്ത അറിവുണ്ട്, ജീവനുള്ള അറിവുണ്ട്. ജീവനുള്ള അറിവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുനർജന്മം നൽകും. അത് നമ്മളെവിടെയൊക്കെ മരവിച്ച് പോയി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ എവിടെ ഒരു ഉണർവ് നൽകും. മോട്ടിവേഷൻ ഒരിക്കലും ഒരു പുനരുജ്ജീവിപ്പിക്കുന്നതാണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പം നമ്മൾ ഈ ചില ആൾക്കാരൊക്കെ ഈ മരിച്ചെടുക്കുമ്പം അല്ലെങ്കിൽ ഡെഡ്ലി മോഡിലൊക്കെ എടുക്കുമ്പോൾ മുകളിൽ കൊണ്ടുപോയിട്ട് എന്താ ഷംന അതിന് പറയാ, ഇങ്ങനെ വെക്കുന്ന ഒരു സാധനമല്ലേ, എവിടെ ആള് നേഴ്സ് പറ എന്താണ് അങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ
മറ്റേ എന്തായാലും പറയാ ആ സാധനം. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ഒന്ന് അല്ലേ ആൾക്കാരൊന്ന് മൂവ് ചെയ്യും. ഇപ്പോൾ വി ഫീൽ ലൈക്ക് സംവെയർ അവർക്ക് ഒരു എനർജി വന്നോന്നൊക്കെ. അത്രയൊക്കെ സാധനം നമുക്ക് ഈ മോട്ടിവേഷനിൽ കിട്ടുള്ളൂ. ഒന്ന് പൊന്തും ജസ്റ്റ് അവിടെ പോയി വീഴും. പക്ഷേ ഊർജ്ജമുള്ള അറിവ് എന്ന് പറഞ്ഞാൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ടൈം എടുത്തിട്ട് നമ്മളെങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഊർജ്ജമുള്ള അറിവ്. അപ്പോൾ ഗൈഡഡ് കോഡും GT ഒക്കെ ചെയ്യുന്നവർക്കറിയാം എത്ര മാസങ്ങൾ കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അന്നത്തെ GTയിൽ കേട്ട കാര്യം ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപകാരപ്പെടും. റൈറ്റ്? മറന്നുപോയല്ല, പുതിയ മോട്ടിവേഷൻ എടുക്കല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെറുതെ കേട്ടുപോയ അറിവ് പോലും കിട്ടുന്നുണ്ട്. അത് ഞാൻ പറയാം, ജീവനുള്ള അറിവ് നമ്മൾ മരിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ തന്നെ മനസ്സുനിന്ന് അത് ഉണർവായിട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ വേദമോദി തരുന്നത് പോലെ അകത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് വിസ്ഡംസ് ആണ് നമ്മളിവിടെ പൊതുവെ ഷെയർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വരുന്ന പല ആളുകൾക്കും, ഇപ്പം എല്ലാവരും നന്നായി തോന്നുന്നു, ആദ്യമായിട്ട് ഓൺലൈനിലേക്ക് വരുന്ന പല ആളുകൾക്കും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു അടിപൊളി പോയിന്റാണ്, ഇതൊരു സൂപ്പർ പോയിന്റാണ്, ഇത് എന്തായാലും നോട്ട് ചെയ്യണം എന്ന തീരുമാനത്തിൽ ഇങ്ങനെ നോട്ട് ചെയ്യാനിരിക്കും. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നോട്ട് ചെയ്തിട്ട് എവിടെ എത്തൂല, അപ്പം ആയുധം വെച്ചിട്ട് കീ അടങ്ങും, എന്നിട്ട് അങ്ങനെ ഇരുന്ന് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതേണ്ടടുത്ത് എഴുതുന്നുണ്ട്. ഈ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളിന്ന് അർജന്റീനയുടെ മാച്ചായിട്ട് പോലും വന്നത് അല്ലേ? കളിയൊക്കെ ആയിട്ടും പല ആൾക്കാരും മാറ്റി വെച്ചിട്ടൊക്കെ ഓൺലൈനിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടല്ലേ. ചില ആൾക്കാർ സൈഡിൽ വേറെ സ്ക്രീനും വെച്ചിരിക്കണമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ഞെട്ടിക്കുന്ന ചില എന്താ പറയുക റൈറ്റപ്സ് ഒക്കെ നമുക്ക് അയച്ചിരുന്നു പലരും. ഇന്ന് രാവിലെ എന്ത് ചെയ്യും, ഫിഫയുടെ കളി കാണാൻ ആൾക്കാർ പോകും, ഗൈഡിൻ്റെ ടോക്ക് കേൾക്കാൻ ആൾക്കാർ പോകുന്നൊക്കെ പറയും. ഞെട്ടിക്കുന്ന ചില ലേഖനങ്ങളൊക്കെ എഴുതി വിട്ട ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഏതായാലും നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ആ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കാന്നുള്ളതുള്ളൂ. ഇതൊക്കെ നമുക്കൊരു അലൈനിങ്ങും ആണ്, നാച്ചുറൽ ഹീലിംഗും ആണെന്നുള്ളതാണ്. ഇപ്പം മെഡിറ്റേഷന്, ക്രിയേറ്റീവ് ആക്ടിവിറ്റി, ഇന്നത്തെ കോച്ചസ് ഇൻസൈറ്റ്, ഇന്ന് നമ്മൾ കേട്ടത് നമ്മുടെ ടീമിലെ നിക്കാബീസ് ആയിട്ടുള്ള കോച്ചുകളാണ്. നമുക്ക് നിക്കാബീസ് മാത്രമായിട്ടുള്ള കോച്ചുകൾ എന്നല്ല, എല്ലാ വെറൈറ്റി കോച്ചുകളും നമുക്കുണ്ട്. ആ കൂട്ടത്തിൽ പൊതുവെ നിക്കാബോട് കൂടിയിട്ട് സൊസൈറ്റിയിൽ കോച്ചിങ്ങിന് ഇറങ്ങാന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫ്രെയിമിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം ട്രെയിനിങ് കോച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കൽ എന്താണ്, അത് നമ്മളൊരു ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിലൂടെ അല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കാന്നുള്ളതാണ്. അത് ലിറ്ററലി ബ്രേക്ക് ചെയ്യാണ് ആക്ച്വലി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നോട് നമ്മുടെ ടീമിൽ ഒരുപാട് നിക്കാബി കോച്ചസ് ഉണ്ട്, കാരണം അവർക്ക് ആ സ്ട്രെങ്ത് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ എന്നോട് വന്നിട്ട് ചിലർ ചോദിക്കാറുണ്ട്, നമുക്കിങ്ങനെ ഫേസ് ഒക്കെ കാണിക്കാണ്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത് ഹൃദയത്തെയാണ്. ട്രെയിൻ ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നുമാണ്. നിങ്ങൾക്ക് ഹൃദയം തുറന്നു വെക്കാൻ അറിയി, നിങ്ങളെ കണ്ണും വേണ്ട, നിങ്ങളുടെ മുഖവും വേണ്ട, ഒന്നും വേണ്ട. അതാണ് ആക്ച്വലി എന്ത് ചെയ്യണത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതേ സമയത്ത് നമ്മൾ മുഖം കൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് തന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിലൂടെ കുറേ കാര്യങ്ങൾ കൺവേ ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഹൃദയം മരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ആൾക്കാരെ ട്രെയിൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ്. അതിൽ 2 പേരെ ലൈഫ് സ്റ്റോറി ആയിരിക്കും ഇന്ന് നിങ്ങൾ കേട്ടത്. അപ്പോൾ യൂട്യൂബിൽ പോയാൽ അത് ഫുൾ വീഡിയോസ് ഉണ്ട്. ട്രെയിനർ ആകണം, കോച്ച് ആകണം, ഇതുപോലൊക്കെ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്ത് നിങ്ങൾ കോച്ചിങ് ഇൻസൈറ്റ് എന്നുള്ള നമ്മളെ സെഗ്മെൻറ്റ് പോയി കണ്ടാൽ ഒരുപാട് കോച്ചസിൻ്റെ ഹവേഴ്സ് എടുത്തിട്ടുള്ള ലൈഫ് ജേണി കേൾക്കാം. ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇത് പ്ലേ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറ്, ലോകത്തിൻ്റെ ഏതോ കോണിലുള്ള ആരുടെക്കോ വിജയിച്ച കഥകളെക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും നമുക്കിടയിലുള്ള ആരുടെക്കോ കഥകൾ കേട്ടിരിക്കുകയാണ്. അതല്ലേ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം അല്ലേ? ഉദാഹരണത്തിന് ഒരാൾക്ക് ക്യാൻസർ വരുന്നു, അവരോട് പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി മെൻ്റലി സ്ട്രോങ് ആയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും, മരുന്നൊക്കെ പെട്ടെന്ന് ശരീരം മരുന്നോട് പ്രതികരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തിൻ്റെ ഏതൊക്കെ കൊണ്ടുള്ള ആരുടെക്കോ ക്യാൻസർ അങ്ങനെ മാറിയ കഥ പറഞ്ഞതിനേക്കാളും നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തൊരാൾക്ക് അങ്ങനെ സംഭവിച്ചത് അല്ലേ, നമ്മുടെ അപ്പുറത്തെ സിറ്റിയിൽ ഒരാൾക്ക് സംഭവിച്ചത്, ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടാവുക, കൺവിക്ഷൻ കിട്ടുക, ഫെയ്ത്ത് കിട്ടുക. അപ്പം അതുപോലെ നമ്മൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങളെപ്പോലെ ഗൈഡഡ് ടോക്ക് അറ്റൻഡ് ചെയ്ത് നിങ്ങളിൽ പലരെയും പോലെ ഗൈഡഡ് കോഡ് വർക്ക്ഷോപ്പൊക്കെ ചെയ്തിട്ട് ലൈഫിൽ അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയവരെ കേൾക്കുമ്പം നമുക്കത് ഡീപ്പായിട്ട് നമ്മളെ മൈൻഡിൽ വയർ ചെയ്യണത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനാണ് നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ ലൈഫ് സ്റ്റോറി കൂടി ഇവിടെ പ്ലേസ് ചെയ്യണത്, സംസാരിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ നമ്മളെ ഡിസ്കഷനിലേക്ക് വരാം. അത് പഴയ ഇൻസൈറ്റാണ്, ഇപ്പോൾ ഒരു എവിടേക്കോ എത്തിക്കണം. അവർക്ക് ഇന്ന് പുതിയ കുറേ കഥകൾ പറയാണ്ടായിരിക്കും. അപ്പോൾ അതിൽ സംസാരിച്ച തെസ്നിയൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ട് കോളേജൊക്കെ തുടങ്ങി ഒരു ഫൗണ്ടറൊക്കെ ആയി മാറി എന്നുള്ളതാണ്. പക്ഷേ ആൾ +2 കഴിഞ്ഞിട്ട് എൻട്രൻസിന് പോകണമെന്ന് കരുതിയാണ്, അതൊന്നും പറ്റിയില്ല. പക്ഷേ +2 കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ അവസ്ഥയിൽ നിന്നിട്ടാണ് ഇന്ന് എന്ത് ചെയ്യണത്, ഒരു സെൻറ്ററൊക്കെ തുടങ്ങിയിട്ട് കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ടീച്ചേഴ്സിനെ ഹയർ ചെയ്തിട്ട് ടീച്ചേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത്. അതിൽ തന്നെ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്, നമ്മളെ പരിമിതികൾ ഏതാണ്, അതിൻ്റെ അകത്തിരുന്നിട്ട് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്തില്ല എന്ന് ചിന്തിക്കാതെ നമുക്കുള്ള പരിമിതികൾ എന്താ, അതിൻ്റെ അകത്തിരുന്നിട്ട് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ യു ക്യാൻ ആക്ച്വലി എക്സ്പാൻഡ് എന്നുള്ളതാണ്. അത് യൂണിവേഴ്സൽ തിയറിയാണ്. ഇന്ന് നിങ്ങൾ ചെയ്തത്
ട്രീ ഓഫ് ലൈഫാണ് അല്ലേ, മരമാണ് ഇന്നത്തെ വിഷയം. ഇപ്പോൾ ഞാൻ ഈ ട്രീ ഓഫ് ലൈഫ് ഞാൻ അവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുകയാണ്. ഇന്ന് എന്തിപ്പോൾ വിഷയം എടുക്കും? ഏകദേശം എല്ലാ വിഷയം അവരോട് പറഞ്ഞു കഴിഞ്ഞു. GT ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഇത്രയും ആഴ്ചകൾ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. കഴിഞ്ഞ വീക്കിലെ മണിയുടെ GT ഞാൻ എടുത്ത് നോക്കുമ്പോൾ 2 മണിക്കൂർ അത് GT മാത്രമുണ്ട്, ടോക്ക് മാത്രമുണ്ട്. സാധാരണ GT 1 മണിക്കൂറൊക്കെ ഉണ്ടാവുക. കഴിഞ്ഞത് അത്രയും ആവശ്യമുള്ളതായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നിർത്താതെ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. സോ ഐ വാസ് കണ്ടംപ്ലേറ്റിംഗ് ഇന്ന് എന്ത് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഇവിടെ ഈ ട്രീ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അതിലൊരു ഇൻസ്പിറേഷൻ കിട്ടി. അപ്പോൾ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ഞാൻ പണ്ട് ട്യൂഷനിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചൊരു പാബ്ലോ നെരൂദയുടെ ഒരു കോട്ടാണ്. അതിങ്ങനെ പറഞ്ഞത്, വെൻ ഐ ലിവ്ഡ് എമംഗ് ദ റൂട്ട്സ് ദേ പ്ലീസ്ഡ് മീ മോർ ദാൻ വാട്ട് ഫ്ലാസ്ഡ് ഇറ്റ്. മനസ്സിലായില്ലേ? ആര്? നമ്മുടെ ടീച്ചർ യു അണ്ടർസ്റ്റാൻഡ് യെസ് എന്ന രീതിയിലാണ് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നെരൂദ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളെപ്പോലെ ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, മനസ്സിലായി യെസ് എന്നൊക്കെ തന്നെ പറയാം. പിന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ കാര്യം മനസ്സിലായി. ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് ശരിക്കും. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പാബ്ലോ നെരൂദ പറയുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഞാൻ വേരുകൾക്കിടയിൽ താമസിച്ചപ്പോൾ, വേര് എന്ന് പറയുമ്പോൾ മരമായിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കണേ അല്ലേ, ഞാൻ വേരുകൾക്കിടയിൽ ജീവിച്ചപ്പം പൂക്കളെക്കാളും കൂടുതൽ വേരുകൾ എന്നെ ആകർഷിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് റൂട്ട്സ്. വേരുകൾക്ക് അത്രമാത്രം ഭംഗിയുണ്ട്. ഈ വേരുകൾക്ക് അത്രമാത്രം ഭംഗി എന്ന് പറയുമ്പോൾ ലിറ്ററലി എടുത്താൽ സാർ അതെന്ത് വർത്താനാ, പൂവിനല്ലേ ഭംഗി എന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഈ ഗൈഡഡ് കോഡ്സ് തുറന്നപ്പോൾ ഞാനിതിൽ കണ്ട കോട്ട് ഇതായിരുന്നു, ബി ദ ഐ ദാറ്റ് സീസ് ദ അൺസീൻ. ബി ദ ഐ ദാറ്റ് സീസ് അൺസീൻ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്ത് പരിപാടിയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എങ്ങനെയൊന്ന് സംസാരിക്കാം. ബി ദ ഐ ദാറ്റ് സീസ് ദ അൺസീൻ, കാണാത്തത് കാണുന്ന കണ്ണായി മാറുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം. ഇപ്പോഴായിരിക്കും ഇത് വാങ്ങിച്ചവരിക്കും മനസ്സിലാണ്, ഓ അതല്ലേ ഗൈഡ് ഉദ്ദേശിച്ചത്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെഷൻ വെക്കുന്നുണ്ട്. ബുക്കില്ലാത്തവരൊക്കെ ബുക്ക് വാങ്ങിച്ചു വെച്ചോണ്ട് ഞാൻ ഫ്രീ ആയിട്ടൊരു സെഗ്മെൻറ്റ് കൊടുക്കേണ്ടത് വാങ്ങിച്ചവർക്ക്. അപ്പോൾ കാണാത്തത് കാണുന്ന കണ്ണാവുക, അത് തന്നെയാണ് ഈ പറഞ്ഞ പാബ്ലോ നെരൂദ പറഞ്ഞു വെച്ച കോട്ടും. അപ്പോൾ ഞാനും പാബ്ലോ നെരൂദൊക്കെ ഏകദേശം ഒരേ ലൈനിലെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ വേരുകളുടെ ഭംഗി കാണണമെങ്കിൽ പൂക്കളെ കാണുന്ന കണ്ണുണ്ടായിട്ട് കാര്യമുണ്ടോ? അല്ല. ജസ്റ്റ് പുറത്തേക്ക് ഭംഗിയുള്ളത് മാത്രം, ഇങ്ങനെ സൗന്ദര്യം മാത്രം നോക്കിയിരിക്കുന്ന കണ്ണിനപ്പുറത്തേക്ക് കാണാൻ, ആ കാഴ്ചക്ക് അപ്പുറത്ത് ചില കാര്യങ്ങളെ കാണുന്ന ഒരു അകക്കണ്ണുണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ്. അതുണ്ടാകുമ്പോൾ മാത്രമാണ് പൂക്കളെക്കാളും ഭംഗി എന്തിനാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം, വേരുകൾക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാം. അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പഠിച്ച തമ്പുരാൻ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കണം. കാണുന്ന വെച്ചിട്ട് അങ്ങോട്ട് നിറഞ്ഞ ആക്കി പോരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് കാണിച്ചു തരാത്തത് നിങ്ങളുടെ ചിന്തകൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ കാണുന്നത് ചിലപ്പം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളായിരിക്കാം. ഇനി അതല്ല, ചിലപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ കാണുന്നത് അട്രാക്റ്റീവ് ഒന്നും അല്ലാത്ത വളരെ ബുദ്ധിമുട്ടുള്ള ക്ലേശമേറിയിട്ടുള്ള ജീവിതാനുഭവങ്ങളോ അസുഖങ്ങളോ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ ചിലപ്പം പറയും ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോഴും നിങ്ങളെ സൃഷ്ടിച്ച ഡിസൈൻ ചെയ്ത ഡിസൈനർ നിങ്ങളോട് എന്താ പറയുന്നത്? അങ്ങനെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കുന്നതിന് മുന്നേ, നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട്, അകത്തുള്ള കണ്ണുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണാത്ത പലതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കാണാൻ ശീലിച്ചവർക്ക് മാത്രമേ പ്രപഞ്ചത്തിന്റെ രഹസ്യം അറിയാൻ പറ്റുള്ളൂ. പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ ആയിപ്പോവും, നമ്മൾ സയന്റിസ്റ്റൊക്കെ ആവേണ്ടി വരും. അത്ര രഹസ്യം എനിക്ക് അറിയണ്ട എന്ന് ചിലർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഫൈൻ. ജീവിതത്തിന്റെ രഹസ്യം അതറിയാൻ താല്പര്യം ഉണ്ടാവില്ല. താല്പര്യം ഉണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിന്റെ രഹസ്യം അറിയാൻ? ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒന്നും മനസ്സിലാവില്ല. ചിലരെങ്ങനെ അറിയാം, എന്താ അപ്പം എൻ്റെ ജീവിതത്തിന്റെ ഒരു കഥ, അതെന്നെ ജീവിതത്തിന്റെ രഹസ്യം അറിയാനുള്ള താല്പര്യമാണ്. ക്ലിയർ ആയോ? ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ ചോദിക്കല്ലേ? ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? ജീവിതത്തിന്റെ രഹസ്യം അറിയാനുള്ള ചോദ്യം. പക്ഷെ രഹസ്യം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ എന്തോ ആയിപ്പോയില്ലേ? സാധാരണക്കാരായിട്ടുള്ള എല്ലാവരുടെ ചോദ്യങ്ങളിലും ചിന്തകളിലും എന്ത് ഉദ്ദേശം വരുന്നുണ്ട്? ജീവിതത്തിന്റെ രഹസ്യം അറിയാനുള്ള, പ്രപഞ്ചത്തിന്റെ രഹസ്യം അറിയാനുള്ള ചിന്തകൾ കിടക്കുന്നുണ്ട്. കാരണം ജീവിതം സംവിധാനിച്ചതും പ്രപഞ്ചം സംവിധാനിച്ചതും സൃഷ്ടാവാണോ? തമ്പുരാനാണോ? അവനിപ്പോൾ ഒരു രഹസ്യമായിട്ട് മറിഞ്ഞെടുക്കാണോ? അവനാണ് ജീവിതം ഉണ്ടാക്കിയതെങ്കിൽ, അവനാണ് പ്രപഞ്ചം ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് എല്ലാവർക്കുള്ളിൽ അതിൻ്റെ രഹസ്യം അറിയാനുള്ള താല്പര്യം താനെ ഉണ്ടാവും. ക്ലിയർ ആയോ? ഇല്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. എനിക്ക് അങ്ങനെ വലിയ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാം, ഞാൻ എന്തിനാ അപ്പം എങ്ങനെ സ്കൂളിൽ പോണേ? അതിലും അതന്നെ ഉദ്ദേശം. എന്തിനാ അപ്പം എന്നെ എങ്ങോട്ട് കെട്ടിച്ചയച്ചിക്കട്ടെ? എന്തിനാ രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറുന്നത്?
ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, ഇതിലും നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അല്ലേ? ഇതിൻ്റെയൊക്കെ സിർ എന്താണ്, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്, ഇതിൻ്റെയൊക്കെ സീക്രട്ട് എന്താണ്? അപ്പോൾ ചെറിയ കാര്യങ്ങളിലൂടെയും വലിയ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാനാണ്. ചിന്തിക്കാൻ, എങ്ങനെ ചിന്തിക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ്റെ അകത്തെ കണ്ണുകൊണ്ട്, കാണാത്തത് കാണാൻ പറ്റുന്ന കണ്ണുകൊണ്ട്. കാണാത്തത് കാണുക എന്ന് പറഞ്ഞാൽ ഈ തുറന്നു വെച്ച കണ്ണുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റണം. അപ്പം നമുക്ക് പാബ്ലോ നെരൂദയിലേക്ക് വരാം. വേരുകൾക്കിടയിൽ ഞാൻ ജീവിച്ചു നോക്കിയപ്പോൾ പൂക്കളെക്കാൾ കൂടുതൽ വേറെ എന്നെ ആകർഷിച്ചു. ലിറ്ററലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വേരുകൾക്കിടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിലിരിക്കണം അല്ലേ? എത്ര പേർക്ക് മണ്ണിലിരിക്കാൻ ഇഷ്ടമാണ്? പഠിപ്പിച്ചവരോടല്ല, റൂമിനേറ്റ് ചെയ്യാത്തവരോട്. ഓക്കെ, എത്ര പേർക്ക് മണ്ണിലിരിക്കാൻ ഇഷ്ടമാണ്? ചളിയിലിരിക്കാൻ ഇഷ്ടമാണ്? ഇതിനർത്ഥം ഇന്ന് തന്നെ പോയിട്ട് ചളിയിലിരിക്കാമെന്നും അല്ല കേട്ടോ, നമ്മളത് മെറ്റഫറിക്കലി പറയാണ്. ദാറ്റ് മീൻസ് വേരുകൾക്കിടയിൽ ഇരിക്കാത്തതിനെ പലപ്പോഴും അത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. വേര് എന്ന് പറയുമ്പോൾ മണ്ണ് പിടിച്ചെടുക്കുന്ന, മണ്ണിൻ്റെ അടിയിൽ ആരും കാണാതെ കിടക്കുന്ന ഇടമാണ്. പക്ഷെ പലപ്പോഴും വേരുകളിലാണ് രഹസ്യം ഉണ്ടാവുക. ഒരു മരത്തിൻ്റെ, ഒരു വൃക്ഷത്തിൻ്റെ എല്ലാ രഹസ്യം എന്തിലാണ് കിടക്കുന്നത്? വേരുകളിൽ. അപ്പം ഇന്ന് നിങ്ങൾ റൂട്ടിൽ എന്തൊക്കെ എഴുതാൻ പറഞ്ഞില്ല ഇന്നത്തെ ടാസ്കിൽ അല്ലേ? അതാണ് നിങ്ങളുടെ എല്ലാം തീരുമാനിക്കുന്നത്. നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ വാല്യൂസ് തുടങ്ങിയിട്ടുള്ള എല്ലാം എന്താണോ അതാണ് ഒരാളുടെ മരം എത്ര വളരണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് MBBS ആകണം, എനിക്ക് IAS ആകണം, എനിക്ക് അവിടെ സ്ഥലം വാങ്ങിക്കണം, എനിക്ക് ഇത്ര നിലയുള്ള വീട് വെക്കണം, ഇത്ര മുറിയുള്ള വീട് വെക്കണം, ആ കാറ് വാങ്ങിക്കണം, ഇതൊക്കെ ഫ്രൂട്ടാണ്, റൈറ്റ്? ഇതൊക്കെ പൂക്കളാണ്, ഇതൊക്കെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ ആകർഷണത്തിനൊക്കെ അപ്പുറത്തേക്ക് അതിനേക്കാളും ഭംഗിയുള്ളത് നമ്മളാക്കി മാറ്റുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ചില മൂല്യങ്ങളുണ്ട്, ചില വാല്യൂസ് ഉണ്ട്. അതിൻ്റെ ഭംഗി, അതിൻ്റെ രുചി, അതിൻ്റെ ആസ്വാദനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൂക്കളില്ലെങ്കിലും കായ്ക്കനികളില്ലെങ്കിലും നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളാക്കി മാറ്റിയ ചില വേരുകൾ ഉണ്ടായിരിക്കും. നമ്മൾ അതിലേക്ക് ഒന്നുകൂടി പോയി നോക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് കാണാത്ത പലതും കാണാൻ വേണ്ടി പറ്റാം. ഇപ്പോൾ പൂക്കളെ പറ്റിയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂ കുറച്ച് കാലം ഇങ്ങനെ വിടർന്ന് നിൽക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും. നിങ്ങൾ ഏതെങ്കിലും വേര് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോയതോ ഒഴിഞ്ഞു പോയതോ കണ്ടിട്ടുണ്ടോ? വേര് പറയാം, ഞാൻ പോട്ടെട്ടോ, എൻ്റെ സമയം കഴിഞ്ഞ്. പോയിട്ടില്ല. വേര് കാലാകാലം ആരുടെ കൂടെ ഉണ്ട്? ഒരു മരത്തിൻ്റെ കൂടെ ഉണ്ട്. കാലാകാലം നിലനിൽക്കേണ്ടതൊന്നും ചിലപ്പം പുറത്ത് കണ്ടോളണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഈ ഏഡിയൻ ടോക്സ് കഴിഞ്ഞ് 9 കൊല്ലം കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലേക്ക് നടക്കുക. ഇതിൻ്റെ പൂക്കളാകുന്ന ഗൈഡഡ് ടോക്ക് നിങ്ങൾ കാണുന്നു, ഗൈഡഡ് കോഡ് കാണുന്നു, റൂമിനേറ്റ് കാണുന്നു അല്ലേ? ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ കാലാകാലത്തേക്ക് കഴിഞ്ഞ 10 വർഷത്തേക്ക് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ തന്നെ നിലനിർത്തിയ ചില വേരുണ്ട്. അതെന്താ ചോദിച്ചാൽ നമ്മൾ പറയും ഇതിൻ്റെ വേര് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻഷനാണ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഫ്ലെയിമാണ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് ആണ്. അതൊന്നും ആരും കണ്ടോളുന്നില്ല. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മധുരം രുചിക്കുന്നു, ഇതിൻ്റെ അനുഭവം എടുക്കുന്നു, ഇതുകൊണ്ടുള്ള ഗുണഗണങ്ങൾ എടുത്തിട്ട് ആളുകൾ അതിൻ്റെ ഫ്രൂട്ട് എടുത്തു പോകുന്നു. ആളുകൾക്ക് ഫ്രൂട്ട് മാത്രം മതി. പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴത്തിൽ ആരും കാണാതെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഔന്നിത്യത്തിൽ എത്തിക്കുന്നതല്ല. പക്ഷെ കൂടുതൽ ആളുകൾക്ക് വേരുകളെ തേടി പോകാൻ താല്പര്യമില്ല. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ വലിയൊരു വൃക്ഷമായി മാറണമെന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെടിയായി വിടർന്ന് കുറച്ച് കാലം ഏതോ കാറ്റടിച്ചപ്പോൾ പാറിപ്പോയ പോലെ അങ്ങനെയല്ല, ഒരു പടുവൃക്ഷമായിട്ട്, ഒരു സ്ട്രോങ് ട്രീ ആയിട്ട് നിങ്ങൾ മാറണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇൻവെസ്റ്റ് ഇൻ യുവർ റൂട്ട്സ്. നമ്മുടെ വേരുകളിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് റൂമിനേറ്റ് നടക്കുമ്പം നമുക്കൊരു സെഗ്മെൻറ്റ് കാട്ടിലുണ്ടായിരുന്നു, ഫോറസ്റ്റിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഫോറസ്റ്റിൽ പോയ ടൈമിൽ വന്നല്ലോ ഈ കാട്ടിൽ, ഓക്കെ, ഈ കാട്ടിൽ. അപ്പോൾ ഫോറസ്റ്റിൽ പോയ സമയത്ത് നമ്മളിങ്ങനെ മരങ്ങളെയും പ്രകൃതിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളെല്ലാവരും മെഡിറ്റേറ്റ് ചെയ്തു. നല്ല മെഡിറ്റേറ്റ് ചെയ്തിട്ട് അവിടെ പോയി ഇരുന്ന സമയത്ത് നല്ല മഴയുണ്ട്, പിന്നെ ഈ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. ഫുള്ള് കാട്ടിൽ കയറിയാൽ ഭയങ്കര സുഖമുള്ള അനുഭവം എന്നല്ല, മീൻസ് ഇങ്ങനെ നടക്കാൻ രസം. പക്ഷെ കുറേ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അവിടെയുള്ള ഓരോരുത്തർ കുട്ടികൾ കരിയണ പോലെ ഒരാൾ എന്നറിയുമ്പോൾ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ മഴയും കൂടി ആയി പിന്നെ പറയണ്ട. അപ്പോൾ ഈ ശബ്ദ കോലാഹലത്തിൻ്റെ ഇടയിലാണ് എന്നെ ചെയറിട്ടിരുത്തിയിട്ട് കുറച്ച് പേര് മുന്നിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പം ബാക്കിലുള്ളവർക്കൊന്നും കേൾക്കണില്ല. അപ്പം നമ്മൾ കാടിനോടുള്ള സ്നേഹം കൊണ്ട് പോയതാണ് അല്ലേ? നമ്മൾ സ്നേഹത്തോടു കൂടി അതിഥികളായിട്ട് കാട്ടിലേക്ക് പോയിട്ട് ഒരു ഫുള്ള് ശബ്ദകോലാഹലം ഉണ്ടാക്കിയിട്ട് നമ്മൾ അപമാനിക്കുകയാണെങ്കിൽ അത് ശരിയുള്ള പരിപാടിയല്ലല്ലോ. അപ്പോൾ ചിലർ പറയും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഓഫാക്കാൻ ഒരു സ്വിച്ച് ഒന്നുമില്ല. ഇതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇതൊക്കെ കേട്ടങ്ങ് മെഡിറ്റേറ്റ് ചെയ്യാം, വേറൊരു ഓപ്ഷനും ഇല്ല. എനിവേ ഞാൻ ഇവരോട് പറഞ്ഞു
നമുക്ക് ഒന്നുകൂടി മെഡിറ്റേറ്റ് ചെയ്യാം. ഞാൻ ഇവരെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് കാമായിട്ട് ആ പ്രകൃതിയായിട്ട് അങ്ങനെ അലൈൻ ചെയ്യാൻ പറഞ്ഞു. അതായത് നമ്മളതൊന്നും വേറെ അല്ല, നമ്മളും ഇതിൻ്റെ ഭാഗമാണ്, നമ്മളൊരു ടീമാണ് എന്ന രീതിയിൽ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നിട്ട് ഞാൻ വീണ്ടും സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്, അനുഭവമുള്ള ആൾക്കാരുണ്ട്. ഇതെന്തോ അമാനുഷിക കഴിവൊന്നുമല്ല, ചെറിയൊരു സെൻസിനെ നമ്മൾ അലൈൻ ചെയ്യിപ്പിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് വിട്ടെന്ന് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇടങ്ങാറായിട്ട് മാറും. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് വണ്ണസ് എന്ന പോയിന്റിലേക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഫോറസ്റ്റൊക്കെ നമ്മളൊക്കെ ഒന്നാണെന്നുള്ള അവയർനെസ്സിലേക്ക് ഒന്ന് വന്നിട്ട് ഇരുന്ന് സംസാരിച്ചപ്പം നേരത്തെ സംസാരിച്ചതിനേക്കാളും ശബ്ദം കുറച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നിട്ടും ആളുകൾക്ക് കേട്ടു. ശബ്ദം അവിടെ ഫോറസ്റ്റ് ഓഫാക്കലൊന്നുമില്ല, സെയിം ഉണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ സെൻസുകളെ യഥാർത്ഥ രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദ മാജിക് നമ്മളിൽ തന്നെയുള്ള ഒരു സെൻസുകളിലുള്ള മാജിക്കാണ് ഇത്. റൂമിനേറ്റ്ലി ഞാൻ പലർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ എക്സ്പീരിയൻസിൽ ഇരുന്നിട്ട് ആ പ്രകൃതിയായിട്ട് അലൈൻ ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കാട് നമ്മളോട് പലതും പറയും. കേൾക്കുമ്പോൾ കുറച്ച് ഭ്രാന്തായിട്ടൊക്കെ തോന്നും. പിന്നെ മഴ, കാട്, മറ്റേ കളർ കോഴിക്കുട്ടികളെ പോലെ അല്ലെ, മറ്റേ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു വൈബ് വേണ്ടേ? അല്ലാണ്ട് അവിടെ പോയിട്ട് വേറെ എന്തോ സയൻറ്റിഫിക് ആയിട്ട് സംസാരിക്കാൻ അർത്ഥമില്ലല്ലോ. അപ്പോൾ ആ ഒരു മോഡിന് നമ്മളിങ്ങനെ മഴ എന്നൊക്കെ പറയുമ്പോൾ കട്ടൻ കാപ്പി വേണമെന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു മോഡിന് എൻ്റെ സംസാരത്തിൽ ഞാൻ അവരോട് പങ്കുവെച്ച എങ്ങനെയാണ്, ഈ കാട്, ഈ പ്രകൃതി നമ്മളോട് സംസാരിക്കും. ചില വിദ്വാൻമാരുടെ ഉദ്ദേശം ഇപ്പം ആരും ഇങ്ങനെ മലയാളത്തിൽ അസ്സലാമു അലൈക്കും അല്ല അറബിയിൽ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുന്നുള്ള കോലത്തിലാണ് ഇപ്പം സംസാരിക്കുക. അങ്ങനെയല്ല, നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് പ്രകൃതി നമ്മുടെ ചിന്തകളിൽ എന്തൊക്കെയോ ഉണർത്തും. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ വരുന്ന ചിന്തകളെല്ലാം നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ വരാം. അതേപോലെ നമ്മൾ തുറസ്സായ വിശാലമായ ഇടങ്ങളിൽ പോയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ മാറും. കാരണം ആ പ്രകൃതി നമ്മളെ ചിന്തിപ്പിക്കുന്നത് വേറെ രീതിയിലാണ്. അവിടുത്തെ എനർജി വേറെ ആയതുകൊണ്ട് നമുക്ക് വേറെ ചിന്തകളാണ് തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നല്ല ആശയങ്ങൾ കിട്ടാൻ, അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് പല ഐഡിയാസൊക്കെ കിട്ടാൻ വേണ്ടി പലരും കാട്ടിലേക്കും അല്ലേ ബീച്ചിലേക്കും ഒക്കെ ഓടിപ്പോകാനുള്ള കാരണം അവിടെ നമ്മളെ ആ പ്രകൃതി കൂടി സഹായിക്കും നല്ല ചിന്തകൾ ഉണർത്താൻ, നമ്മളെ അകത്തുള്ള ക്രിയാത്മകത, ദൈവികത പുറത്തെടുക്കാൻ സഹായിക്കും. ഞാൻ അവിടെ ഇരിക്കുന്ന റൂമിനേറ്റ് പാർട്ടിസിപ്പൻസിനോട് പറഞ്ഞു, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് നമ്മളോട് പലതും പറയും. ദാറ്റ് മീൻസ് നമ്മളൊന്ന് ഈ പ്രകൃതിയുടെ ഒരാളായിട്ട് ചിന്തിച്ച് നോക്കിയേ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് എഴുതുമ്പോൾ പലർക്കും എനിക്ക് ഇങ്ങനെ തോന്നുന്നു, എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നു, അങ്ങനെ പലരും പങ്കുവെക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഞാൻ അവിടെ ഷെയർ ചെയ്തു. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഞാൻ അവിടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടെന്ന് പറഞ്ഞത് വേരുകൾ വിഷയമായതുകൊണ്ടാണ്, മരം വിഷയമായതുകൊണ്ടാണ്. ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നോക്കിയാൽ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ മരങ്ങൾ ചുറ്റിലുണ്ട്, വേറെ വേറെ മരങ്ങളാണ്. പ്രത്യക്ഷത്തിൽ ഇവരൊക്കെ വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ ഈ ഭൂമിക്കടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെ വേരുകളും പരസ്പരം എങ്ങനെ ആലിംഗനം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അവർ ഡിസ്റ്റൻറ്റിലാണ് നിൽക്കുന്നത്. കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ ചെടിയാണ്, വേറെ മരമാണ്, ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഈ ഇരിക്കുന്ന മണ്ണിൻ്റെ അടിയിലേക്കൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ഇവരെല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടായിരിക്കും, വാരിപ്പുണർന്നിരിക്കുന്ന പോലെ ഉണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ കണക്റ്റഡ് ഇൻ ദ റൂട്ട്സ്. ഇതുപോലെ തന്നെ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെന്ന മനുഷ്യരും പ്രത്യക്ഷത്തിൽ വ്യത്യസ്ത കുടുംബം, വ്യത്യസ്ത ഭാഷ ഒക്കെ ആണെങ്കിൽ കൂടി ഈ പ്രകൃതിയുടെ രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വേരുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടിച്ച തമ്പുരാൻ തന്നെ പറയുന്നു, നിങ്ങളെ അല്ലേ ആദം സന്തതികളിൽ നിന്നും നിങ്ങളെല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിലേക്കെത്തുന്ന, നമ്മളെല്ലാവരും ഒന്നാകുന്ന ഒരു രഹസ്യം നമ്മുടെ റൂട്ടുകളിലുണ്ട്, നമ്മുടെ വേരുകളിലുണ്ട്. അപ്പോൾ അക്കി നമ്മൾ വേരിലേക്ക് പോയി നോക്കുമ്പം വ്യത്യസ്തമാണെന്ന് തോന്നിയ, ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയ, ചേരാത്തതാണെന്ന് തോന്നിയ പലതും വേരുകളിലേക്ക് പോയി നോക്കുമ്പോൾ എന്താവണതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഒന്നാകുന്നതായിട്ട്, ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതിന് ശ്രീനാരായണ ഗുരുവൊക്കെ പഠിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ കൂടി നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നിറം വേറെയായിരിക്കാം, ജാതി വേറെയായിരിക്കാം, ഒക്കെ വേറെയായിരിക്കാം. പക്ഷെ കാണാത്ത, അതായത് ഈ കണ്ണുകൊണ്ട് കാണുമ്പോഴതൊക്കെ വ്യത്യസ്തമാണ് പുറത്തെ ലോകത്ത്. പക്ഷെ അകത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ രക്തം ഒരേ നിറത്തിൽ തന്നെയാണ്, രക്തത്തിൻ്റെ നിറം ഒന്നാണ് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ വേരുകൾ പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാഠം എന്ന് പറഞ്ഞാൽ എല്ലാം വേരുകളിലേക്ക് ചേരുമ്പം എന്തായിട്ട് മാറും, ഒന്നായിട്ട് മാറും. ഇപ്പം ഞാൻ ഒരു മനുഷ്യനാണ്, അപ്പുറത്ത് വേറൊരു പട്ടിയുണ്ട്, ഇപ്പുറത്ത് വേറൊരു പൂച്ചയുണ്ട്, വേറൊരു ഉറുമ്പുണ്ട്, ഒക്കെ 4 ഐറ്റംസ് ആണ്. പക്ഷെ ഇവരൊക്കെ മണ്ണിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഒന്നായി മാറിയോ അല്ലേ? അപ്പോൾ വേര് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാകലിൻ്റെ പാഠമാണ്. അപ്പം നിങ്ങൾ വേരുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വാനോളം വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതിദത്തമായി, നാച്ചുറലായി ഈ പ്രകൃതി എല്ലാത്തിനെയും വളർത്തും. മണ്ണ് വളർത്തുന്നതിൻ്റെ ലക്ഷണമല്ലേ, മണ്ണിൻ്റെ ഉദ്ദേശം എന്താ, വളർത്താന്നുള്ളതല്ലേ അല്ലേ? മണ്ണിന് 2 ഉദ്ദേശങ്ങളുണ്ട്, ഒന്ന് വളർത്തുക, മറ്റൊന്ന് നശിപ്പിക്കുക. കേടായത് മണ്ണിലേക്ക് ഇട്ടാൽ മണ്ണ് എന്ത് ചെയ്യും,
അതിനെ നശിപ്പിക്കും. പക്ഷെ നശിപ്പിക്കുകയല്ലേ ചെയ്യണത്, മറ്റുള്ളതിന് വളമാക്കി മാറ്റുന്നു. അപ്പോൾ നശിപ്പിക്കുക എന്ന് നമ്മൾ പറയുമ്പോഴും അത് വളർച്ചയുടെ ഗുണമാണ് മണ്ണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മണ്ണിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് വളരാൻ വേണ്ടി പറ്റുക. മണ്ണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്, നിങ്ങളൊക്കെ വളർത്തുന്ന ഒരു രഹസ്യം എൻ്റെ താഴെയുണ്ട്, വേരുകളായിട്ട്. അപ്പം എത്രത്തോളം നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ റൂട്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് വേര് എത്ര ഉറച്ചതാണോ അത്രത്തോളം ഒരു മരത്തിന് മുകളിലോട്ട് ഉയരാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പം നമ്മൾ ഇന്ന് വരച്ച ആ ട്രീ ഓഫ് ലൈഫ് നിങ്ങൾ വെറുതെ ഒന്ന് അസസ് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോന്നുണ്ടായിരിക്കും, ട്രങ്ക് കാണാം, അതൊക്കെ കാണാം. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇതിൽ എഴുതി വെച്ച വേര്, ആ ട്രീ ഓഫ് ലൈഫ് ഉണ്ടല്ലോ, അതിൻ്റെ വേര്, ആ വേരിൽ ഞാൻ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേരിൽ പലതും കാണുന്നുണ്ടായിരിക്കാം, എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് എത്രത്തോളം സ്ട്രോങ് ആണ്, അതിലേക്ക് നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർ ചോദിക്കാറുണ്ട് എന്നോട്, എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, ഗോള് കാണുന്നുണ്ടല്ലോ നിങ്ങളില്ലേ, ആ ട്രീ ഓഫ് ലൈഫിൽ ഗോളുകളുണ്ട്, ഡ്രീംസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് വേണ്ട വിധത്തിൽ എനിക്ക് അധ്വാനിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് മടി, ചിലർക്ക് വേറെ എന്തോ ഒരു ക്ഷീണം, ചിലർക്ക് ഒരു തളർച്ച, ചിലർക്ക് പ്രൊക്രാസ്റ്റിനേഷൻ, കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ള തോന്നൽ. ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പൊതുവേ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തിന് അത് വേണം എന്നത് ഒന്നുകൂടി ആലോചിക്കാം. കാരണം നമുക്ക് വേണമെന്ന് ഉറപ്പിച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് താല്പര്യം ഇല്ലെങ്കിലും നമ്മൾ പ്രവർത്തിക്കും. അപ്പം നമ്മൾക്കൊരു കാര്യം ആവശ്യമാണോ അത്യാവശ്യമാണോ തീരുമാനിക്കുന്നത് അതിൻ്റെ റൂട്ടാണ്, അതിൻ്റെ ഇൻറ്റൻഷനാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തിനത് വേണം, വൈ യു നീഡ് ഇറ്റ് എന്ന് നിങ്ങളുടെ ഇൻറ്റൻഷനിലേക്ക് എടുക്കണേ. ഇൻറ്റൻഷൻ എപ്പോഴും ഒരു വാല്യൂ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കും. മൂല്യങ്ങൾ, ഒരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ബിസിനസ്സിന് മിഷൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കോർ വാല്യൂസ് ചെക്ക് ചെയ്യണം. ആ കോർ വാല്യൂസുമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് ആശയം മാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കോർ വാല്യൂയിലേക്ക് മാച്ച് ചെയ്ത രീതിയിലാണ് നിങ്ങൾ ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് സെറ്റ് ചെയ്തത്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും ബിസിനസ് കണ്ട് കോപ്പി അടിച്ചിട്ട് അതേപോലെ ചെയ്യുന്ന ആളുകൾക്ക് വാല്യൂസ് നോക്കാനൊന്നും സമയമില്ല. അത് നല്ല സാധ്യതയുള്ള ബിസിനസ്സാണ്, കാണുന്നു, പൂക്കളെ പോലെ കാണുന്നു, അത് കോപ്പി അടിക്കുന്നു. പൂക്കളെ കണ്ടിട്ട് തുടങ്ങിയ ബിസിനസ്സുകളുടെ പ്രത്യേകത എന്താ, കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോണ പോലെ ബിസിനസ്സും കൊഴിഞ്ഞു പോകും. ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. എനിക്ക് ആ കുട്ടിയെ കണ്ടു, കാണാൻ കൊള്ളാം, മൊഞ്ചുണ്ട്, ഇഷ്ടമായി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നാണ് വേരൊക്കെ നോക്കി തുടങ്ങുന്നത്. അപ്പം എനിക്ക് ആകെ അടവടലം പോയി കിടക്കുന്ന വേരാ, പൊള്ളാണ് മൊത്തം, ഫുള്ള് പുറത്ത് കുട്ടിയാ. ഇതോടുകൂടി എന്തായി, കയ്യിൽ നിന്ന് പോകും. എത്ര ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മീൻസ് ഇൻസ്റ്റാഗ്രാമിലെ കഥകൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. പല ആൾക്കാരും ഫിൽറ്റർ ഇട്ടിട്ട് കണ്ടിട്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആക്കിയ ആൾക്കാർ പിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൻ്റെ കഥ പറഞ്ഞ പോലെ ഓർഡർ ചെയ്തതൊന്നും ഡെലിവറി ചെയ്ത് വേറൊന്നും എന്ന അവസ്ഥയിലായി പോകുന്നത്. അപ്പം ഇതൊക്കെ ഏത് കഥ കൊണ്ടാണ്, പൂക്കളുടെ കഥ പറഞ്ഞതുപോലെ പൂക്കൾ ഇങ്ങനെ നമ്മൾ ആകർഷിക്കും, പക്ഷെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതാണ്. പലപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഒരു പാർട്ട്ണർഷിപ്പിലേക്കോ ഒരു റിലേഷൻഷിപ്പിലേക്കോ എന്ത് വിഷയത്തിലേക്കോ നമ്മൾ ഇറങ്ങിപ്പോയപ്പോഴും ഒരു അറിവിലേക്കാണെങ്കിൽ പോലും പുറത്ത് കാണുന്ന 10 സെക്കൻഡ് റീല് കണ്ടിട്ട് ചില അറിവിൻ്റെ പിറകെ പോയിട്ട് ഒന്നും കിട്ടാണ്ടായ ആൾക്കാരുണ്ട്. 10 സെക്കൻഡ് റീലിൽ നന്നായിട്ട് സംസാരിക്കാം, നല്ല BGM ഒക്കെ ഇട്ട് സംസാരിക്കാം, ആഴമില്ലെങ്കിൽ വ്യാപ്തി ഇല്ലെങ്കിൽ പ്രശ്നമാണ്. എപ്പോൾ ഞാനത് പറയാറുണ്ട്. അപ്പോൾ വേരാ നോക്കേണ്ടത്. പേര് കാണണമെങ്കിൽ പുറത്തുള്ള കാര്യം നോക്കിയിട്ട് കാര്യമില്ല. ചിലർ എന്നോട് പറയാറുണ്ട്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് വളരെ കുറവാണോ. ഞാനിപ്പോൾ തൽക്കാലത്തിന് ആശ്വാസത്തിന് പറയുന്നത്, പൂക്കളെ കണ്ടു വരുന്നവർ ഈ വഴിക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ മുപ്പര് നല്ല ക്ലാസ് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതല്ല അതിൻ്റെ തിയറി, ആൽഗോരിതം അല്ല അതിൻ്റെ തിയറി, ഡെപ്താണ് മാറ്റേഴ്സ്. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഇതുവരെ എടുത്ത എല്ലാ സെഷനുകളും കംപ്ലീറ്റ് ഇതേപോലെ ഫുൾ റെക്കോർഡാണ്. പ്രശ്നം എന്താ അറിയോ, ഞാൻ സംസാരിക്കുന്ന സാധനം 10 സെക്കൻഡ് 15 സെക്കൻഡിൽ ഔട്ട് ചെയ്യാൻ കഴിയില്ല. അവരെ പ്രശ്നം അതാ. കാരണം ഞാനൊരു കാര്യത്തെ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോഴേക്ക് 5-10 മിനിറ്റ് എടുക്കും. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ആൽഗോരിതത്തിന് സെറ്റ് ആയിരിക്കില്ല. കാരണം ഗൈഡ് വിഷയത്തിലേക്ക് എത്തണ്ടേ. അല്ലാണ്ട് നമുക്ക് 10 സെക്കൻഡിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അത് പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ അതല്ല, ആ പൊടിക്കൈകളല്ല, അതിനപ്പുറത്തേക്ക് വി ഹാവ് ടു കീപ്പ് ഇൻ സോ ഡീപ്പ്. മൗലാന ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, ഡെപ്തിൽ ഇഫ് ഇറ്റ് ഈസ് സോ ഡീപ്പ്, അത് വളരെ ആഴമുള്ളതാണെങ്കിൽ, വളരെ ഡീപ്പാണെങ്കിൽ, ഇൻ ദാറ്റ് ഡെപ്ത് യു ക്യാൻ ഫൈൻഡ് മീ. ആ ആഴത്തിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. റൂമിയിലുള്ള രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് പുറത്തിരുന്ന് നോക്കിയാൽ ഒന്നും കിട്ടൂല. പുറത്തിരുന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള കവിതയാണ് അല്ലേ, ടെക്സ്റ്റ് മെസ്സേജിന് പറ്റിയ സാധനമാണ്, ഫോർവേഡ് മെസ്സേജിന് പറ്റിയ സാധനമാണ്, സ്റ്റാറ്റസിന് പറ്റിയ കോണ്ടന്റുകളാണ്. പക്ഷെ അവിടെ ഒന്നും നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. അതിന് ആഴത്തിൽ പോകണം, ഡീപ്പായിട്ട് പോകണം. ഡീപ്പായിട്ട് പോകാൻ തന്നെ വേരുകളിലേക്ക് പോകണം. അപ്പോൾ മാത്രമേ ശരിക്കും നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വെസ്റ്റേണേഴ്സിനും ലോകത്തിൽ പല ആളുകൾക്കും മൗലാന റൂമി എന്ന് പറഞ്ഞാൽ ഹീസ് ജസ്റ്റ് എ പോയറ്റ്, നല്ലൊരു പോയറ്റാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക്
സയൻസിന് പോലും റിസർച്ച് ചെയ്യാൻ പാകത്തിനുള്ള വേളിംഗ് എന്ന് പറയുന്ന മാജിക്കൽ കോൺസെപ്റ്റ്, കോൺസെപ്റ്റ് ലോകത്തിന് കൊടുത്ത ഒരു മാജിക്കൽ എന്താ പറയുക, ഒരു സീക്രട്ട് ലോകത്തിന് തുറന്നു കൊടുത്ത ഒരാൾ കൂടിയാണ് ജലാലുദ്ദീൻ റൂമി. അത് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഗോ ഡീപ്പ്. അപ്പോൾ ഏതൊരു കാര്യത്തെയും ഡെപ്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഡീപ്പ് റൂട്ട് ചെയ്തിട്ട് നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഗൈഡ് ടോക്കിൽ വരുന്നവരോടൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞതുകൊണ്ടാ, നിങ്ങൾ കുറച്ച് സമയമൊക്കെ ചിലവാക്കണം. അത് പൊടിക്കൈ ഒന്നുമില്ല, കണ്ണടിച്ച് തുറക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ആ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതിനപ്പുറത്ത് യു ഹാവ് ടു ഇൻവെസ്റ്റ് ടൈം. അത് ഡീപ്പായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നിങ്ങൾ ഡീപ്പ് സെൽഫിൽ അത് ടച്ച് ചെയ്യുള്ളൂ. എല്ലാത്തും നമ്മളെ ഫേക്ക് സെൽഫിലാണ് ടച്ച് ചെയ്യണേ. ഫ്ലവർ ടൈപ്പ് എന്ന് പറഞ്ഞ പോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ കാര്യങ്ങൾ. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾക്ക് മാറണമെന്ന് ഉദ്ദേശിക്കുമ്പം നിങ്ങൾ ഇപ്പോഴും ഏതൊക്കെയോ ഫേക്ക് സെൽഫ് ഡെവലപ്പ് ചെയ്യണം. അതാണ് നിങ്ങളുടെ യഥാർത്ഥമായ സ്വപ്നം എന്ന് കരുതിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടൂല. ഇവിടെ വന്ന പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുള്ളത്, അവർ ചില സാധനം കയറ്റി വരും, ഇതൊക്കെയാണ് എനിക്ക് റെഡി ആക്കേണ്ടത്. ഇവിടെ വന്നിട്ട് ഡീപ്പായി പോയപ്പോൾ എനിക്ക് മനസ്സിലായി അവരെ ആഗ്രഹം തന്നെ പൊള്ളായിരുന്നു, മനസ്സ് പറ്റിച്ചതായിരുന്നു, ഇതൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രൂ ആയിട്ടുള്ള അവരവരുടെ വേരുകളിലേക്ക് അവർ മടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതല്ല ശരിക്കും എനിക്ക് വേണ്ടത്, ഞാനിതേ അല്ല. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും പൂക്കളെ പോലെ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. നമുക്ക് തോന്നുന്നത് എനിക്കത് വേണം, എനിക്കിത് വേണം. കുറച്ച് സമയം കഴിഞ്ഞപ്പം നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ആ സ്വപ്നം എന്തിനായിരുന്നു, ആ ആഗ്രഹം എന്തിനായിരുന്നു? അപ്പോൾ ട്രൂ ആയിട്ട് ഞാൻ എന്താ സ്വപ്നം കാണേണ്ടത്, ട്രൂ ആയിട്ട് ഞാൻ എന്താ ആഗ്രഹിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ ട്രൂ ആയിട്ട് ഞാൻ ആരാന്നറിയണ്ടേ? നിങ്ങൾ ഓരോരുത്തരും ആരാന്ന് അറിയണ്ടേ? ട്രൂലി ഹൂ യു ആർ. ട്രൂലി ഹൂ യു ആർ എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് നോക്കും, പൂക്കളിലേക്ക് നോക്കും, പുറം മോടിയിലേക്ക് നോക്കും. എൻ്റെ ട്രങ്ക് ഇങ്ങനെയാണ്, എൻ്റെ കൊമ്പ് ഇങ്ങനെയാണ്, എൻ്റെ തറവാട് ഇങ്ങനെയാണ്, എൻ്റെ നാട് ഇങ്ങനെയാണ്, എൻ്റെ നോളജ് ഇങ്ങനെയാണ്, എൻ്റെ സർട്ടിഫിക്കേഷൻ എന്തിലാണ്, ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്തിലേക്ക് നോക്കിയിട്ടില്ല, റൂട്ടിലേക്ക് നോക്കിയിട്ടില്ല. പുറത്തതൊക്കെ വ്യത്യസ്തമാണെങ്കിലും റൂട്ടിലേക്ക്, വേരിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരും കാണാത്ത വിത്തിൻ്റെ രഹസ്യം കണ്ടെത്താൻ വേണ്ടി പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വേരായി മാറിയത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. വിത്തല്ലേ വേരായി മാറിയത്? വിത്തല്ലേ വേരായി മാറിയത് അല്ലേ? പക്ഷേ വിത്തിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. വിത്ത് ആരായി മാറി? വേരായി മാറി. പിന്നെ ആ വിത്ത് തന്നെയാണ് ട്രങ്കായിട്ടും ശിഖരക്കായിട്ട് മാറിയത്. പക്ഷേ വിത്തിൻ്റെ രഹസ്യം അറിയണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, വേരുമായിട്ട്. അപ്പം നമ്മളെങ്ങനെ ഉയർത്തി നിർത്തുന്നതിൽ, സ്ട്രോങ് ആയിട്ട് നിർത്തുന്നതിൽ വേരും മണ്ണും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് ഞാൻ ചോദിച്ചാൽ മണ്ണിനോടായിരിക്കും വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല, പക്ഷെ മണ്ണാണ് വേരിനെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തിയിട്ട് വേരിന് ഇടം നൽകി അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട്, സ്ട്രോങ് ബോണ്ട് ഉണ്ട്. അവർ തമ്മിൽ ആ സ്ട്രോങ് ബോണ്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഈ മരം വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റ് ഇൻ യുവർ റൂട്ട്സ് എന്ന് പറയുമ്പോൾ സിംപ്ലി തിങ്ക്, നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത്, നിങ്ങളുടെ മരം എത്ര സ്ട്രെങ്ത് ഉള്ളതായിട്ട് മാറണം, നിങ്ങളുടെ മരം എത്ര ഉയരത്തിലേക്ക് വളരണം, നിങ്ങളിൽ എത്രത്തോളം കായ്ക്കനികൾ ഉണ്ടാകണം, അത് എത്ര കാലത്തേക്ക് നിലനിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ വേരാണ്. അവിടെയാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ എന്ത് ഇൻറ്റൻഷനിലാണ് ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പം നമ്മൾ അതിൻ്റെ ഇൻറ്റൻഷൻ പോലും ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അത് നല്ല കോഴ്സാണ്, ഞാനും പോയി ചേരട്ടെ. പിന്നെ ഇന്ന് ട്രെൻഡ് ആണ്, എന്നാൽ പിന്നെ ഞാനും എടുക്കട്ടെ. അപ്പോൾ കുറേ ആൾക്കാരെ ജോബ് പോകണ കണ്ടില്ലേ? ഇതൊന്നും വാല്യൂ ചെക്ക് ചെയ്തിട്ടാണോ പോണത്? അല്ല, നമ്മൾ ട്രെൻഡ് ചെക്ക് ചെയ്യണേ. എന്നിട്ട് നമ്മൾ നോക്കണ കുറച്ച് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂവിൽ പെട്ട ഒന്ന് സമയം ലാഭിക്കാൻ പറ്റുമോ, ടൈം വാല്യൂ, പണം ലാഭിക്കാൻ പറ്റുമോ, പ്രൈസ് വാല്യൂ, ഇതൊക്കെ നോക്കും. ഇതൊക്കെ പുറത്തുള്ള സാധനങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ റൂട്ട് വാല്യൂ സെറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ എല്ലാ വാല്യൂസും ഓക്കെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് തുടരുമ്പോൾ എവിടേക്കോ വെച്ചിട്ട് ഞാനിത് തന്നെയാണോ ചെയ്യേണ്ടത് എന്ന ഡൗട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് തന്നെയാണോ എൻ്റെ വഴി പലർക്കും വരും. നമ്മളെ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട്, കോച്ചിങ് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്, ശരിക്ക് ഞാനിത് തന്നെയാണോ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കും. അപ്പോൾ അത് ചിന്തിക്കാനുള്ള കാരണം ഇതവർക്ക് ചെയ്യാൻ പറ്റായിട്ടല്ല, അവർക്ക് തന്നെ ഒരു ഡൗട്ടാ, ഇത്ര വലിയ പരിപാടിയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുമെന്ന്. അപ്പം നമ്മളിവിടെ ആൾക്കാരെങ്ങനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലർ ചോദിക്കാറുണ്ട് ഞാനിത് തന്നെയാണോ ചെയ്യേണ്ടത്, കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, അവർ വിശ്വസിച്ചിരിക്കുന്നത് അവരെ ഫേക്ക് സെൽഫിലാണ്. എനിക്ക് ചെറിയ ചില പരിപാടികൾ, ഞാൻ ഇങ്ങനെയൊക്കെ അല്ലേ, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ വന്നത്, അങ്ങനെയൊക്കെ ഫേക്ക് സെൽഫിൽ വിശ്വസിച്ചിട്ട് അതല്ലേ ചെയ്യേണ്ടതെന്ന് ധാരണ വെച്ച് പോകുന്ന ആൾക്കാർക്ക് അവരുടെ ട്രൂ സെൽഫിൻ്റെ കോളിങ്ങിലേക്ക് ചിലപ്പം ചെവി
കാതോർക്കാൻ പോലും പറ്റൂല. ഇനി അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ തന്നെ ഡൗട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ട്രൂ സെൽഫെന്നും യു ക്യാൻ ഇമ്പാക്ട് പീപ്പിൾ. ഫേക്ക് സെൽഫുകൾ ഒരുപാടുള്ളത് കൊണ്ട് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, എനിക്ക് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റുമോ. അതുകൊണ്ടാണ് നേരത്തെ ആ ഇൻ്റർവ്യൂവിൽ അവർ മെൻഷൻ ചെയ്തത്, ഞാനെപ്പോഴും ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് ഹൃദയമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കോച്ച് ചെയ്യാൻ പറ്റും, ഒരാളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം എല്ലാവരുടെ ട്രൂ സെൽഫിൻ്റെ ഉള്ളിലും എന്താണ് നമ്മുടെ ഓരോരുത്തരുടെ റൂട്ടിൽ, നമ്മുടെ വിത്തിൽ, നമ്മളെന്ന വിത്ത് ഉണ്ടാക്കി സൃഷ്ടിച്ച് വെച്ച വിത്ത് ഡിസൈൻ ചെയ്ത ഡിസൈനർ എന്താണ് അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്? യു ആർ മൈ റെപ്രസെൻറ്റേറ്റീവ്. ആ വിത്തിനോട് എന്താണ് ഓതി കൊടുത്തിട്ടുള്ളത്? വിത്തിലേക്ക് എന്തോ ഊതിയ സമയത്ത് ഒരു സാധനം ഓതിയിട്ട് കൂടിയുണ്ട്. എന്താ ഓതിയിട്ടുള്ളത്? നീ എൻ്റെ പ്രതിനിധിയാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്മരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റോള് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ വേരുകളെ പറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് ആഴത്തിലിറങ്ങി ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് MBBS പോകാം, പക്ഷെ നിങ്ങൾ MBBS പോകുമ്പോൾ ആ ഡോക്ടർ ദൈവത്തിൻ്റെ പ്രതിനിധിയാകാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണോ ഡോക്ടർ ആവാൻ ശ്രമിച്ചത്? അപ്പോൾ ഡോക്ടർ എന്ത് കാണും? കൈപുണ്യം കാണും. ഡോക്ടർ തൊടുന്നവർക്കൊക്കെ ഡോക്ടർ അറിയും ഞാനിങ്ങനെ മരുന്ന് കൊടുത്താൽ മാറുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ആക്കിയത് എന്താ സംഭവിച്ചത്? ഐ കാൺ ബിലീവ് മൈ ഐസ്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിൻ്റെ ഹൃദയം നിന്നെ വിശ്വസിപ്പിക്കും. കാരണം നീ അനുഭവിച്ചുകൊണ്ടിരിക്കും. നിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആകുമ്പോൾ. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, ട്രെൻഡിന് വേണ്ടി, റോളിന് വേണ്ടി, ഈഗോയ്ക്ക് വേണ്ടി, കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊക്കെ ഡോക്ടറൊക്കെ ആവുന്നു. പക്ഷെ ഒരുപാട് ലേണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഉദ്ദേശിച്ച മാതിരി അങ്ങ് റെഡി ആവില്ല. കേസുകളൊന്നും എന്തുകൊണ്ട് റെഡി ആവുന്നില്ല? ചെക്ക് യുവർ റൂട്ട്സ്. നിങ്ങളുടെ റൂട്ടിൽ എന്താ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ചില സമയത്ത് കോച്ചസിന് വരാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ഫോളോ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യുക? നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ അവർ താൽക്കാലികമായിട്ട് സ്പേസ് ഒക്കെ എടുത്ത് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേറെ പല പരിപാടിക്കും പോകും. ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അവർ പറയും ഇതൊന്നും ചെയ്തിട്ട് എനിക്കൊരു ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. കോച്ചിങ് എന്ന് പറയുമ്പോഴോ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, പക്ഷെ ചെയ്യുന്നതിൽ അവർക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്നാൽ അവരല്ലാത്ത ഫേക്ക് സെൽഫായിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയാണ്, പക്ഷെ ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇവിടെ അല്ലേ ആളുകൾക്ക് ഡിലമ്മ വരുന്നത്? ഒരു കാര്യം ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, പക്ഷെ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മണ്ണിലൊക്കെ ഇറങ്ങണം, ചളിയിലൊക്കെ ഇറങ്ങണം, കൃഷിയാണ്, പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നല്ല പണിയുണ്ട്. എന്നാൽ വേറൊന്ന് വൈറ്റ് കോളർ ജോബാണ്, നല്ല സുഖമാണ്, AC അങ്ങ് ഇരുന്നാൽ മതി, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ മതി, ഒക്കെ ഒപ്പിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇവിടെയാണ് ആളുകൾ മനസ്സിനെ കേൾക്കണോ ഹൃദയത്തെ കേൾക്കണോ എന്നുള്ള കൺഫ്യൂഷനിലെത്താം. ദാറ്റ് മീൻസ് പൂക്കളെ നോക്കിയിരിക്കണോ വേരുകളെ നോക്കിയിരിക്കണോ? ക്ലിയർ? നമ്മളൊക്കെ ജീവിതത്തിൽ പല ഘട്ടത്തിലും ഇതിന് സമാനമായ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരിക്കും. മനസ്സ് ഇങ്ങനെ പറയുന്നു, ഹൃദയം മറ്റൊന്ന് പറയുന്നു. ഏതെടുക്കും? അവിടെ റൂമി പറഞ്ഞത് ഫോളോ യുവർ ഹാർട്ട്. മനസ്സിനെ നിങ്ങൾ പിന്തുടരുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷേ ലോങ് ടേമിലേക്ക് നമുക്ക് ബോറടിക്കും. ഹൃദയത്തെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ കൂടി ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും? അത് ഓക്കെ ആയിരിക്കും. ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും നിങ്ങൾ ആ തീരുമാനം എടുത്തതിൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പല GTകളിലായിട്ട് ഞാൻ പറയാറുണ്ട്, ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ചില ആൾക്കാർ അല്ലേ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ജോബ് IITസിലൊക്കെ പോകുന്നു, കുറേ കഴിയുമ്പോൾ അത് ക്വിറ്റ് ചെയ്ത് വന്നിട്ട് ഇവിടെ കൃഷിപ്പണി കൊടുക്കുന്നു, എന്നിട്ട് അതിൽ ഭയങ്കര സക്സസ് ആണ്. നമുക്ക് കോമഡി തോന്നും, ഇത് എന്ത് പരിപാടിയാണ്. കാരണം നമ്മൾ പൂക്കൾ നോക്കിയിരിക്കും, നല്ല ജോബ് ഒഴിവാക്കി വന്നിക്ക, എന്തൊരു നല്ല സാലറി ഉള്ളതായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവരുടെ റൂട്ടിലേക്ക് അവർ നോക്കുമ്പം അവർക്ക് മീനിങ് കിട്ടുന്നത് ചിലപ്പോൾ ഈ കൃഷിയായിരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ലോകം വേര് കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വേരിലൂന്നിയിട്ട് ഒരു തീരുമാനമെടുക്കാൻ ആരും അനുവദിക്കില്ല. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ശരിയാട്ടോ കൈഡെന്ന് പറഞ്ഞാൽ തലാട്ടനല്ലേ കാലം. നിങ്ങളും പല ആൾക്കാരും അങ്ങനെ സമ്മതിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ നോക്കേണ്ടത് നിങ്ങളായിരിക്കും. നിങ്ങളിലേക്ക് നോട്ട് ശരിയാ, ഞാൻ അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ഗൈഡ്, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും എന്നെ സമ്മതിച്ചില്ല അത് പഠിക്കാൻ. ഇതൊക്കെ ചിന്തിക്കുക. നിങ്ങൾ ആരോടൊക്കെയോ ഇതേപോലെ പെരുമാറിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മളത് കാണൂല. നമ്മൾ വേഗം നമ്മളങ്ങ് വിക്റ്റിമായി, ശരിയാ ഞാനാണത്, ആ ജീവിക്കുന്ന രക്തസാക്ഷി ഞാനാണ്, എനിക്കത് പറഞ്ഞപ്പോൾ ട്രിഗർ ആയി, എന്തായാലും ഗൈഡിനോട് ചോദിച്ചിട്ട് എനിക്കിത് ഹീൽ ചെയ്യണം. ഇതൊക്കെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് നോക്കാം. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്ത് പറയുമ്പോൾ ഞാൻ അവരോട് പറയും ഫോളോ യുവർ ഹാർട്ട് എന്ന്. കാരണം നിങ്ങളുടെ ഹൃദയത്തിന് അതറിയാം, നിങ്ങളുടെ വേരുകളിൽ നിങ്ങൾ എന്താണെന്നുള്ള രഹസ്യം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രെൻഡുകളുടെ പുറകെ പോകണ്ടെന്നല്ല പറയുന്നത്, ട്രെൻഡുകളുടെ പുറകെ പോകണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഇടം നിങ്ങളുടെ റൂട്ടുകളിൽ കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് സ്റ്റബേൺ ആയിട്ട് നിന്നിട്ടാണോ ആ അപ്ഡേഷന് പോകണത് നിങ്ങൾ തീരുമാനിക്കണം. തറ നന്നായിരിക്കണം എന്നല്ല നമ്മൾ പറയാം. നിങ്ങൾ വീട് എങ്ങനെയും മോടി പിടിപ്പിച്ചോ, ഇപ്പം ട്രെൻഡ് ഈ പെയിൻറ്റ്, ആ പെയിൻറ്റ് മാറ്റിക്കോ,
വയറിങ് മാറ്റിക്കോ, ഒക്കെ മാറ്റിക്കോ, പക്ഷെ അതിൻ്റെ തറയിൽ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് വേര് എന്ന് പറയുന്നത്. സോ വൈ യു സ്റ്റാർട്ടഡ്, കാലാകാലം നിലനിൽക്കുന്ന, നമ്മൾ മൺമറഞ്ഞു പോയാലും നിലനിൽക്കുന്ന ഒരു ലെഗസി ഈ വേൾഡിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ അകത്ത് ചിന്തിച്ച് അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അത് കാണാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ ലോകം അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. മനുഷ്യന് താല്പര്യം തോന്നാത്ത, കണ്ണുകൊണ്ട് കണ്ട വലിയ ഗ്ലാമറസ് എല്ലാം തോന്നുന്ന കാര്യങ്ങൾക്കുള്ളിലായിരിക്കും വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുക. അല്ലാണ്ട് ആരെങ്കിലും നിധിയൊക്കെ അങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ട് ഇതൊരു വലിയ നിധിയാകുന്നു കണ്ടോളൂ എന്ന് പറഞ്ഞു വെച്ചാൽ അതിനൊരു വില ഉണ്ടാവില്ല. റൈറ്റ്? മാണിക്യവും അതുപോലെ തന്നെ വജ്രവും ഒക്കെ അല്ലേ, മുത്തും പവിഴയൊക്കെ ഒളിപ്പിച്ച് വെച്ചല്ലേ ചെയ്തത്. അത്ര ഗ്ലാമറസ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കില്ല അത് കൊട്ടി വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് തെരഞ്ഞു പിടിക്കുന്ന ആൾക്കാർ, നിധി തേടുന്ന ആൾക്കാരുടെ പ്രത്യേകത, നിധി തേടി പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മണ്ണിനോട്, വേരിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. അവർ അതിനോട് പെരുത്ത് സ്നേഹത്തിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് പ്രപഞ്ചനാഥൻ, ഈ പ്രപഞ്ചത്തിൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സോ എന്തെങ്കിലും, ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യം, നിങ്ങൾ അതിൻ്റെ രഹസ്യം അറിയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതിയോട്, നിങ്ങളുടെ ചുറ്റുപാടിനോട്, റൂട്ടുകളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഇട്ട് തരുന്നുള്ള. റൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ പാരൻസ് പോലും അതിൽ പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ രക്ഷിതാക്കളും എന്താണ് നമ്മളുടെ റൂട്ട് തന്നെയാണ്. അപ്പോൾ അതും അതിൽ പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വേരിലേക്ക് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക, നമ്മൾ എങ്ങോട്ടാണ് നാവിഗേറ്റ് ചെയ്ത് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതിൽ നമ്മൾ അലൈൻഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ആസ്വദിച്ച് ചെയ്യാൻ, വളരെ എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റും. ഡീപ്പ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. വേരുകളുടെ ഭംഗി നിങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റിസൾട്ടിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കില്ല. അതുകൊണ്ട് എന്ത് പ്രതിഫലം കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല, അതിൻ്റെ റിവാർഡ് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. നമ്മൾ ആ വേരുകളോടൊപ്പം സഹവസിക്കുന്നത് ഇഷ്ടപ്പെട്ട് അതിനോടൊപ്പം അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഉദാഹരണത്തിന് വേര് എന്നുള്ളത് മെറ്റഫറായിട്ട് നമ്മൾ പാരൻസിനെ എടുക്കുകയാണെങ്കിൽ, പാരൻസിനെ നോക്കിയാൽ നാളെ റിവാർഡ് കിട്ടും. അപ്പോൾ നമ്മൾ മറ്റേ പാരൻസിനെ നോക്കുന്നത് ഈ കൂലിപ്പണി എടുക്കണ പോലെയാണ്, നല്ലോണം നോക്കിയാൽ നല്ല കൂലി കിട്ടും. അതേ സമയത്ത് വേരിനോട് ഭയങ്കര ഇഷ്ടം, അവിടെ റിവാർഡൊന്നും ഓർക്കുന്ന പോലില്ല, റിസൾട്ട് ഒന്നും. എനിക്കിഷ്ടമാണ് എൻ്റെ പാരൻസിനെ നോക്കാൻ, ഐ ലവ് ബീറ്റ് വിത്ത് ദം എന്ന് പറയുന്നത് കൂലി നോക്കി ചെയ്യല്ല. മനസ്സിലായോ? അപ്പം അത് വേരിൻ്റെ ഭംഗി കണ്ടിട്ടിരിക്കലാണ്. മറ്റേത് വേരിൻ്റെ ഭംഗി കണ്ടിട്ടല്ല, വേരിന് വലിയ ഭംഗിയൊന്നുമില്ല, ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, നോക്കിയാൽ കുറേ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഓർത്ത് ചെയ്യുമ്പം അങ്ങനെ കിട്ടുന്നത് വരട്ടെ, കിട്ടാതിരിക്കട്ടെ, അതല്ല അതിൻ്റെ മാറ്റർ. നിങ്ങൾ സ്നേഹത്തിലാണോ, നിങ്ങൾ ആ വേരിനെ അനുഭവിച്ചിട്ടാണോ? പലപ്പോഴും ചില കാര്യങ്ങൾക്ക് നമുക്ക് ആ വേരിൻ്റെ ഭംഗി എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഫേക്ക് സെൽഫ് ഈ വേൾഡിലേക്ക് തുറന്നു വെച്ച കണ്ണുകൊണ്ട് ഇതൊക്കെ കണ്ട് 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 ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്കൊരു ധാരണ കരിക്കണേ. ഉദാഹരണത്തിന് വെളുത്ത ആൾക്കാർക്കാണ് ഭംഗി എന്ന് പൊതുവെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇല്ല? അല്ല, നമ്മൾ റൂട്ടിലല്ല ഗൈഡ്, നമുക്ക് അങ്ങനെയൊന്നുമില്ല. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ശീലിച്ച് വരുന്നത് പ്രകാരം വെളുപ്പിനെ വാങ്ങി. നിങ്ങൾ ആലോചിച്ച് ഈ ലോകത്ത് ജനിച്ചു വീണ എല്ലാവരും, മനുഷ്യരുണ്ടായ കാലം മുതലേ കറുത്ത ആൾക്കാർ, ഞാൻ അവിടെ വർഗീയതൊന്നും പറയില്ല, അങ്ങനെ ചിന്തിക്കരുത്, ഞങ്ങളുടെ പെർസെപ്ഷൻ മാറ്റി തരാം. കറുത്ത ആൾക്കാർ നോക്കിയിട്ട് എല്ലാവരും പറയും എന്തൊരു ഭംഗിയില്ലേ, എന്തൊരു ഭംഗിയില്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? നമ്മൾ കുഞ്ഞുനാൾ മുതൽ കറുത്ത കാര്യങ്ങളെ കാണിച്ചു, ഇതിനെന്തൊരു അഴകാറിയോ, ഇതിനെന്തൊരു ഭംഗിയാറിയോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെളുത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്താ, അയ്യേ എന്ന് പറയുമായിരുന്നു. ഇപ്പം നമ്മൾ കുറേ റീഫ്രേമൊക്കെ ആയി. പക്ഷെ കുഞ്ഞുനാളിലേക്ക് ആക്കിനാലോ ചില കറുത്തവരെ മാറ്റി വെളുത്തവരതാക്കിയ എനിക്കൊക്കെ ആ തോട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് കറുത്തിട്ടാണെന്നൊക്കെ. എനിക്കുണ്ടായിരുന്നു, സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നെന്താ, പിന്നല്ലേ നമുക്ക് മനസ്സിലായി ഇതിലൊന്നല്ല കാര്യം, മനസ്സിനാണ് ഭംഗി എന്നതല്ല കാര്യം, മനസ്സിൻ്റെ ഭംഗിയാണ് നമ്മൾ അഴകായി മാറുന്നത്. പിന്നെ അപ്പം ബ്യൂട്ടി എന്ന് പറഞ്ഞത് പോലും കാണാത്തത് കാണുന്ന, ഹൃദയം കാണുന്നിടത്താ ഭംഗിയുള്ളത് അല്ലേ. ഇപ്പം ചില ആൾക്കാരെ ജീവിത പങ്കാളിയൊക്കെ ഉണ്ട്, കാണാൻ വലിയ രസമൊന്നുമില്ലല്ലോ കുട്ടി, പിന്നെ എന്ത് ചെയ്യുക, ഒരു അങ്ങനെ എടുത്തേ, ഇങ്ങനെയൊക്കെയാണ് ഉള്ളിലെ വർത്താനങ്ങൾ. എന്താ അങ്ങനെ എടുത്തേ? അപ്പോൾ അവനോ അവളോ കണ്ടത്, അവർ കുടുംബം കണ്ടെന്താ, നമ്മൾ പുറമോടി ഒന്നല്ല നോക്കിയത്. ഒരു ഫാമിലിൻ്റെ ജോലി എന്താ, കുടുംബക്കാരെന്താ പണി, പുറത്ത് വെക്കാൻ നോക്കണേ. ഇവരാകെ കണ്ടത് നല്ലൊരു മനസ്സുണ്ട്, നല്ലൊരു ഹൃദയമുണ്ട് അല്ലേ, പിറകൊന്നും കുത്തൂല, എല്ലാത്തിനും വിട്ടുവീഴ്ചയുള്ള അല്ലേ, വിശാല മനസ്സുള്ള ആ ഹൃദയം കണ്ടു. ആ ഭംഗിയോളം വേറൊന്നും വന്നില്ല. അതാണ് വിഷയം.
അപ്പം അത് നോക്കാണ്ട് ബാക്കിയുള്ളതൊക്കെയാണ് ഭംഗി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടി എത്തുന്നതിന് പോലും ചില ഡെഫിനിഷൻസ് ഓൾറെഡി ആക്കി വെച്ചിരിക്കുന്നത്, പ്രീസെറ്റ്. അതാണ് ബ്യൂട്ടി എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നേരെ തിരിമായിരുന്നു. ശരിക്കും പറഞ്ഞത് എന്താണ്, വെളുത്ത നിറം എന്ന് പറഞ്ഞത് നമ്മുടെ സ്കിന്നിൽ ചില കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നോണ്ടാണ്. അതൊരു കുറവാ. എന്താ മെലാറ്റോണിൻ, എന്താണ് ആ സാധനം, മെലാനിൻ. അപ്പം മെലാനിൻ നല്ലോണമുള്ളവർക്ക് അപ്പോൾ അത് കുറവുള്ള ആൾക്കാർ അതിൻ്റെ കുറവാണ് എന്ത് ചെയ്ത് കാണുന്നത്, വെളുപ്പായിട്ട് കാണുന്നതാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ് കണ്ടുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഇതൊക്കെ പറയുമ്പോൾ ചിലവർക്കൊരു സമാധാനമൊക്കെ, എൻ്റെ സെൽഫ് എസ്റ്റീം കൂട്ടാൻ. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഒരിക്കലും മെലാനിനുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ഒരു മെലാനിൻ തീരുമാനിക്കേണ്ടതല്ല എന്ത്, സെൽഫ് എസ്റ്റീം എന്നുള്ളത്, നിങ്ങളുടെ ബ്യൂട്ടി എന്നുള്ളത്. നിങ്ങളുടെ ബ്യൂട്ടി എന്നുള്ളത് നിങ്ങളുടെ ക്യാരക്ടറാണ്, നിങ്ങളുടെ ബിഹേവിയറാണ്. അങ്ങനെ ആകുന്ന സമയത്ത് അതൊക്കെ നോക്കാതെ നിങ്ങളുടെ പുറമോടികൾ കണ്ടിട്ടാണ് ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നതെങ്കിൽ, നിങ്ങളെ പിന്തുടരണമെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ നഷ്ടത്തിലാണ്. നിങ്ങളുടെ വേര് കണ്ടിട്ട്, നിങ്ങളുടെ ഹൃദയം കണ്ടിട്ട്, നിങ്ങളെ അനുഭവിച്ചിട്ട്, നിങ്ങളിലുള്ള ഡെപ്ത് മനസ്സിലാക്കിയിട്ട് ആളുകൾ നിങ്ങളോടൊപ്പം കൂടുന്നുണ്ടെങ്കിൽ അവർ കാണേണ്ടത് കണ്ടിട്ടാണ് വരുന്നത്. അല്ലാണ്ട് പണം കണ്ടു വരുന്നവർ പണം പോയാൽ പോവും, മൊഞ്ച് കണ്ടു വരുന്നവർ മൊഞ്ച് പോയാൽ പോവും. അതാണ് പാബ്ലോ നെരൂദ പറഞ്ഞത്, എന്ത്, പൂക്കളെ നോക്കിയിരിക്കരുത്. കാരണം പൂക്കളെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പൂ വാടിപ്പോവും. അപ്പോൾ പണ്ടത്തെ അത്ര മൊഞ്ചൊന്നും ഇപ്പം ഇല്ലാലോ, ഇവിടെ പോയി, എന്തോ സംഭവിച്ചു. ഈ പ്രണയാതുരമാകുന്ന നിമിഷത്തിലെ മൊഞ്ചില്ലാത്തതിനൊക്കെ ഭയങ്കര മൊഞ്ചായിട്ട് തോന്നുന്ന പറയാം. 2 തരത്തിലുള്ള പ്രണയമുണ്ട്. അതായത് പ്രളയമാകുന്ന പ്രണയത്തിൻ്റെ പ്രത്യേകത ഈ കെമിക്കൽ പ്രൊഡക്ഷൻ ബ്രെയിനിൽ ഭയങ്കരമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓളെ കാണുമ്പോൾ ഓനെ കാണുമ്പോൾ എന്തോ ഒരു മൊഞ്ചക്ക. പക്ഷേ ഈ കെമിക്കൽ പ്രൊഡക്ഷൻ അങ്ങ് പൂട്ടിക്കഴിഞ്ഞാൽ പഴയ മൊഞ്ചൊന്നും കാണൂല. അപ്പോൾ കാണുമ്പോൾ ഒരു ഇറിറ്റേഷനൊക്കെ വരും. ഓളെ മുഖം കാണുമ്പോഴത്തേക്ക് എനിക്കൊരു സാധനം വരാം. ആരും കാണാത്ത അവരെ ഉള്ളിൽ, അല്ലേ, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അവരെ വേര് കണ്ട് അനുഭവിച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തത്. അവർ കുറേ കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും ചെയ്യും. അവരെ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ വേരുകളുടെ ബ്യൂട്ടി. അപ്പോൾ ആ വേരിലേക്ക് നോക്കിയിരിക്കണം നമ്മൾ, നമ്മുടെ വേരിലേക്ക് നോക്കലാണ് അതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. സോ ബ്യൂട്ടി എന്ന് പറയുന്നത് പൂവിനെ പോലെയല്ല. ഈ പൂവ് എന്താ അറിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പൂവിൻ്റെ അടുത്തേക്ക് ഒരുപാട് വണ്ടുകൾ വരും. വരുന്ന വണ്ടേക്കൊക്കെ എന്താ തോന്നാ, ഈ പൂവ് എനിക്ക് മാത്രം ഉള്ളതാണ്. ഒരു വണ്ട് വന്നു പോയി, വേറെ വണ്ട് വന്നു, വരുന്ന വണ്ടിനൊക്കെ എന്താ തോന്നുന്നത്, ഈ പൂവ് എനിക്ക് മാത്രം ഉള്ളതാണെന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് പൂവ് ചിന്തിക്കണം എന്താണ്, വണ്ട് വരുമ്പോൾ ഈ വണ്ട് എനിക്ക് മാത്രം ഉള്ളതാണ്, ഈ വണ്ട് വേറെ പൂവിൻ്റെ അടുത്തൊക്കെ പോകേണ്ടായിരിക്കും. പക്ഷെ പൂവിന് എന്താ തോന്നുന്നത്, ഈ വണ്ട് എനിക്ക് മാത്രം ഉള്ളതാണ്. വണ്ടിന് എന്താ തോന്നുന്നത്, ഈ പൂവ് എനിക്ക് മാത്രം ഉള്ളതാണ്. 2 ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാടിപ്പോവും, കൊഴിഞ്ഞു പോവും, ഇല്ലാണ്ടായിപ്പോവും. വേരുകൾ അങ്ങനെയല്ല. എത്ര പൂക്കാലം മാറിയാലും, അല്ലേ, എത്ര പൂക്കൾ മാറി വന്നാലും, എത്ര ഋതുക്കൾ മാറി വന്നാലും, വസന്തകാലം, അല്ലെ, ഓരോരോ കാലങ്ങളുണ്ടല്ലോ. ഈ ഓരോ കാലങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട്, ശിശിരകാലം ഒക്കെ വരുന്നതിനനുസരിച്ച് ഇല കൊഴിഞ്ഞു പോവും, പൂക്കൾ ഒഴിഞ്ഞു പോവും, കൊമ്പൊടിഞ്ഞു പോവും, ഒക്കെ സംഭവിച്ചാലും ഒരു മരത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്തില്ല, ആരൊക്കെ വിട്ടുപോയാലും ആര് പോവില്ല, വേര് പോവില്ല. അതുപോലെയാണ് ചില സമയത്ത് ചില മനുഷ്യരുണ്ട്, അവർക്ക് വലിയ ഭംഗി ഉണ്ടാവില്ല. ചിലർ കുറേ കഴിഞ്ഞിട്ടായിരിക്കും പാരൻസിൻ്റെ ഒക്കെ വാല്യൂ മനസ്സിലാക്കുക. അങ്ങനെ എല്ലാവരും വന്ന് പോയൊക്കെ കഴിയുമ്പോഴായിരിക്കും അവസാനം ആരൊക്കെ പോയി വന്നിട്ടും ആരൊക്കെ മാറി മറിഞ്ഞിട്ടും മാറാത്തതായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ആ ഗാർഡിയൻ ഫിഗറിലുള്ളവരൊക്കെ ആയിരിക്കും. നമ്മളെപ്പോലെ കുറേ കുറ്റം പറഞ്ഞിട്ടായിരിക്കും, കുറേ ആക്കിയിട്ടായിരിക്കും, അവർക്കും കുറേ സ്വഭാവ വൈകല്യങ്ങളൊക്കെ പുറത്തിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ അവസാനത്തെ ഒരു ടച്ച് ചിലപ്പോൾ നമുക്ക് അവിടെ നിന്നായിരിക്കും കിട്ടാം, അവരും തന്നെ ആയിരിക്കും കിട്ടാന്നുള്ള. അതുപോലത്തെ വേരായി മാറാൻ എന്ത് ചെയ്യാം, നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പം വേരായി മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പം നമ്മളൊന്ന് അപ്രത്യക്ഷമാകേണ്ടി വരും, നമ്മളൊന്ന് ഇൻവിസിബിൾ ആകേണ്ടി വരും. ചിലപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പൂക്കളെ പോലെ ഭയങ്കര മോടി പിടിച്ച് നിൽക്കുന്നിടത്തും ചിലപ്പോൾ നമ്മളൊന്ന് ഇൻവിസിബിൾ ആയിട്ട് ചിലപ്പോൾ നമ്മൾ മണ്ണിൻ്റെ അടിയിലൊക്കെ പോയി നിൽക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് എല്ലാവരും അർഹിക്കുന്ന പരിഗണന തന്നോളന്നില്ല, അപ്രീസിയേഷൻ തന്നോളന്നില്ല. വേരാവുക എന്ന് പറഞ്ഞാൽ അതാണ്. കാലം സാക്ഷിയാകുന്ന, കാലം കൊണ്ട് അനുഭവിപ്പിക്കാൻ പറ്റുന്നത് എന്തോ, കാലം സാക്ഷിയാകുന്ന, കാലം സത്യമാക്കുന്ന എന്തോ, ആ സത്യത്തിലാവലാണ് വേരിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാവരും താൽക്കാലികമായിട്ട് അത് ചെയ്തു, ഇത് കൊടുത്തു, അങ്ങനെ ഒന്നുമല്ല. കാലം തെളിയിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. അത് നമ്മളെ വേരിലൂന്നിയ ബന്ധങ്ങളായിരിക്കും. അതാകാനാണ് നമ്മളെപ്പോൾ എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ട്രീ ആയിട്ട് നിങ്ങൾ ഉപമിക്കുകയാണെങ്കിൽ ഒരു മരത്തിൻ്റെ എന്താകണം എന്നാണ് നിങ്ങൾ കൊതിക്കുന്നത്? എല്ലാവരും കാണുന്ന പൂവാവാനാണോ? എല്ലാവരും കൊതിക്കുന്ന കായ് ആവാനാണോ? കൊമ്പാകാനാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താകാനാണ്? അതിൻ്റെ
വേരാകാനാണ്. അതിൻ്റെ വേരായി മാറുമ്പോൾ തന്നെ പതിയെ പതിയെ നിങ്ങൾ എന്തുമായി മാറും? നിങ്ങൾ പൂവാകും, ഇലയാകും. പക്ഷെ പൂക്കൾക്ക് എന്ത് പറ്റിയാലും ഇലകൾക്ക് എന്ത് പറ്റിയാലും നമുക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ ആരായിരിക്കാനാണ് കൊതിക്കുന്നത്? വേരായിരിക്കാനാണ്. അപ്പോൾ അപ്രീസിയേഷൻ വന്നാലും ഡിപ്രീസിയേഷൻ വന്നാലും എൻകറേജ്മെൻറ്റ് വന്നാലും ഡിസ്കറേജ്മെൻറ്റ് വന്നാലും ആളുകൾ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ട് നിങ്ങളെ വർണ്ണിച്ചാലും നിങ്ങളെ ചീത്ത വിളിച്ചാലും നമ്മൾ പൂവായിരിക്കുമ്പോഴല്ലേ ആ ചീത്ത നമുക്ക് പ്രശ്നമാണുള്ളൂ. വേരായിട്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഒന്നുമില്ല. നമ്മൾ എന്തിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്? മണ്ണിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണുമായി ചേർന്നിട്ട് നാളെയും സ്ട്രോങ് ആയിട്ട് ഈ മരത്തെ പടുവൃക്ഷത്തെ ആക്കി മാറ്റാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സീക്രട്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ വേരാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വേരിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലണം. എന്നെ ഞാൻ അന്വേഷിക്കണം. എന്നെ ഞാനാക്കി മാറ്റുന്നത് എന്തോ? നോക്കേ, കഴിഞ്ഞ വീക്കിൽ അല്ല അതിൻ്റെ മുന്നത്തെ വീക്കിൽ നമ്മൾ ചെയ്ത കുറച്ച് ക്വാളിറ്റീസ് എഴുതിപ്പിച്ചിരുന്നു ആക്ടിവിറ്റി. ഓർമ്മയുണ്ടോ? കാര്യം ടോക്കിൽ ആ ക്വാളിറ്റീസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്വാളിറ്റീസ് ചെയ്തിട്ടൊന്നും റെക്കോർഡിങ്സിൽ ഉണ്ടാവില്ല, ലൈവായിട്ടേ കിട്ടുള്ളൂ. ഞാൻ അടുത്തൊരു പാക്കേജ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ വളരെ ഈസിയാണ്. അപ്പോൾ ആ ക്വാളിറ്റീസ് എഴുതിച്ചതിലൂടെ നിങ്ങൾ ഇറങ്ങിപ്പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ പറ്റും, നിങ്ങളുടെ വാല്യൂസ് കണ്ടെത്താൻ പറ്റും, നിങ്ങളാക്കി മാറ്റുന്ന എന്തോന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ആൾക്കാർ പൂക്കളെ പോലെ കായ്ക്കളെ പോലെ നല്ലത് പറഞ്ഞാലും ഇനിയും ഈ പഴം കാണുമ്പോൾ കല്ലെറിഞ്ഞ ആൾക്കാരുണ്ട്, എറിഞ്ഞു വീത്താൻ. കല്ലെറിഞ്ഞാലും നല്ലത് പറഞ്ഞാലും എനിക്ക് രണ്ടും ഓക്കെയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഞാനാക്കി മാറ്റുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, ആളുകൾക്ക് വിസ്ഡം കൊടുത്തുകൊണ്ടിരിക്കണം. അതെൻ്റെ റൂട്ടിൽ ഞാൻ പ്ലേസ് ചെയ്തിരിക്കണം, അല്ലാണ്ട് എൻ്റെ ഫ്രൂട്ടിലല്ല. എൻ്റെ ക്ലാസ് അതിന് ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ ഞാനെപ്പോഴും അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ മൈ റൂട്ട്സ്. ദാറ്റ് മീൻസ് എൻ്റെ ക്ലാസ് എന്നുള്ളത് എന്നെ ഞാനാക്കി മാറ്റുന്ന എൻ്റെ സ്വത്വം എന്താണോ, എനിക്ക് എങ്ങനെയാണോ ഇതിൻ്റെ ഡിവൈൻ റെപ്രസെൻറ്റേഷൻ്റെ ചെറിയ സ്പാർക്കെങ്കിലും ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതിൽ ഞാൻ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറേ ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും, കുറേ പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരും, കുറേ ഇകഴ്ത്തലുകൾ കേൾക്കേണ്ടി വരും, കുറേ അപ്രീസിയേഷനൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ പൂവിന് ഭംഗിയുണ്ടോ, ഇലക്ക് ഭംഗിയുണ്ടോ, ആളുകൾ നല്ലത് പറയുന്നുണ്ടോ, നല്ല ഫ്രൂട്ട് ആയിട്ടുണ്ടോ, അതൊന്നല്ല നമ്മൾ നോക്കണം. നമ്മളപ്പോൾ എന്താ നോക്കണത്? ഈ മരം എന്താക്കണം? ആദ്യം സ്ട്രോങ് ആക്കണം. പൂക്കളൊക്കെ പിന്നെ അല്ലേ. അവർ ചൈനീസ് ബാമ്പൂൻ്റെ കഥ പറഞ്ഞില്ല, 5 വർഷം റൂട്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നീടാണ് അത് തയ്ച്ച് വളരുന്നതാണ്. അപ്പോൾ എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള വിജയങ്ങളൊക്കെ കുറച്ച് സമയം എടുത്തിട്ടാണ് വരാം. അങ്ങനെയല്ലേ? അൽ ആക്കിബത്തുലിൽ മുത്തഖി എന്ന് പറയുന്നില്ലേ അല്ലേ? അന്തിമ വിജയം സൂക്ഷ്മാലുക്കൾക്കാണ്. സൂക്ഷ്മാലുക്കൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വേരുകളിലാണ്, മണ്ണിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഞാൻ പറയാറുണ്ട്, ഒരു മരത്തിൻ്റെ പഴത്തിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ആ പഴത്തിൻ്റെ രുചി മാറ്റാൻ പഴത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇന്ന് നമുക്ക് കിട്ടുന്ന പോലെ മരുന്നടിക്കേണ്ടി വരും. മരുന്നടിച്ച് വരുന്ന കുറേ പഴങ്ങളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും മരുന്നടിച്ചിട്ട് ആർട്ടിഫിഷ്യലി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതിൽ കാര്യമില്ല. ഒരു മരത്തിൻ്റെ പഴത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മൾ എവിടെ വർക്ക് ചെയ്യണം? റൂട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് മാത്രമേ ഫ്രൂട്ടിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ഗുണമായി കിട്ടുന്ന, അച്ചീവ്മെൻ്റ് ആയി കിട്ടുന്ന, റിസൾട്ടായിട്ട് കിട്ടുന്ന കാര്യത്തിൽ വളരെ കൺസേൺഡ് ആണ്. നിങ്ങളുടെ റിസൾട്ട് എത്രമാത്രം നല്ലതാകണം, നിങ്ങളുടെ റിസൾട്ട് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ റൂട്ടിൽ നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള. എൻ്റെ അടുത്ത് ഈ കോച്ചിങ് കഴിഞ്ഞ് പോന്നിട്ട് വീണ്ടും പല പ്രശ്നങ്ങളായിട്ട് വരുന്നവരോട് ഞാൻ വീണ്ടും അവരെ ഫോക്കസ് തിരിക്കൽ റൂട്ടിലേക്കാണ്. ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ഫ്ലെയിമിലേക്ക് നോക്കൂ, നിങ്ങളുടെ പർപ്പസിലേക്ക് നോക്കൂ, ഗോ ബാക്ക്. അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. പുറത്തേക്ക് അഭിനയം ചെയ്യുന്നതിനെ പറ്റി പറയാൻ എനിക്കറിയില്ല, എൻ്റെ ശൈലി അതല്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാണ് നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള, ഈ ലോകം നിരന്തരമായിട്ട് നമ്മളെ പുറത്തേക്ക് എങ്ങനെ നോക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അകത്തേക്ക് നോക്കുന്നവർക്ക്, ആഴത്തിലേക്ക് നോക്കുന്നവർക്ക്, വേരിലേക്ക് നോക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിൽ ദൈവം നിങ്ങളെക്കൊണ്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലോകം നമ്മളോട് പലതും ചെയ്യാൻ പറയും, നീ അങ്ങനെ നോക്കിയാൽ ഇങ്ങനെ നോക്കിയാൽ. നമ്മൾ KMOയിൽ പോയപ്പം പാരൻസ് ക്ലാസ് ട്രിപ്പ് ഞാൻ ചോദിച്ചില്ലേ, പാരൻറ്റിങ്ങിൽ നല്ല പാരൻ്റ് ആകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇല്ലേ? ഈ പാരൻസ് അല്ലാത്തവരുണ്ട്, എൻ്റെ പാരൻറ്റ് നല്ലതാകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളില്ലേ? മനസ്സിലായില്ലേ? ഈ പാരൻസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പാരൻസ് പലപ്പോഴും ചിന്തിക്കുന്നത് കുട്ടികൾ നല്ലതാണെന്നാണ്. കുട്ടികൾ ചിന്തിക്കുന്ന പാരൻസ് ഇവർ രണ്ടാളും കൂടി ഇങ്ങനെ ചോദിച്ചാൽ, പാരന്റ് തീരുമാനിക്കാൻ ഞാൻ നല്ല പാരന്റ് ആണോ, കുട്ടി തീരുമാനിക്കാൻ നല്ല കുട്ടിയാണോ? പ്രശ്നം തീർന്നില്ലേ? നമുക്കങ്ങനെ കാണാറില്ല, നമ്മൾ പുറത്തേക്ക് നോക്കുള്ളൂ. റൈറ്റ്? അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അങ്ങനെ കഴിയൂല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാനന്ന് പാരന്റിങ് സെഷന് അവിടെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ഈ ലോകം നമ്മളോട് നല്ല പാരന്റ് ആകാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത വീട്ടിലെ കൂട്ടുകാരി വന്നിട്ട് ഇങ്ങനെയാണ് കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത്, അങ്ങനെയല്ല കൊടുക്കണ്ടേ, ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ആ ഒരു സാധനം ഓക്കെ നോട്ടഡ്, നല്ല പാരൻ്റ് ആകാൻ
നല്ല രീതിയിൽ ഫീഡ് ചെയ്യാൻ ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളെ ഗ്രാൻഡ് പാരൻറ്റ് വന്നിട്ട് പറഞ്ഞത് ഇതെന്താ ഇങ്ങനെ കൊടുക്കണത്, ഇങ്ങനെയൊക്കെ കുട്ടിയെ കാര്യം ഭക്ഷണം കൊടുക്കും. അപ്പോൾ നമ്മൾ ആകെ പെട്ടു. അപ്പോൾ അവരുടെ ശൈലി വെച്ചിട്ട് പാരമ്പര്യമായിട്ടുള്ള ഒരു ശൈലി അവർ തന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും വെച്ചിട്ട് ഏത് രീതിയിൽ കൊടുക്കണം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും യൂട്യൂബ് കുത്തിയപ്പോൾ അവിടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് വരുന്നത് കുട്ടികളെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിൽ ഫീഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. എക്സ്പേർട്ട് അഡ്വൈസ്, എൻ്റെ അടുത്ത കൂട്ടുകാരിയുടെ അഡ്വൈസ്, എന്നാൽ എൻ്റെ പാരമ്പര്യമായിട്ടുള്ള പാരൻറ്റ്, മൂന്നും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഏതെടുക്കണം? കോൺഫ്ലിക്റ്റ് ആയിരിക്കുന്നുള്ള. ലോകം നമ്മളെ പലതും ചെയ്യാൻ, പല രീതിയിൽ ഒരു കാര്യം തന്നെ പല രീതിയിൽ ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ലോകം ഇങ്ങനെ നിർബന്ധിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളല്ലാണ്ട് ലോകം നിർബന്ധിക്കുന്ന എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് എന്ത് കണ്ടെത്തേണ്ടത്? ശരിക്കും ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു തരേണ്ടത്, ഗ്രാൻഡ് പാരൻറ്റ് പറഞ്ഞു തരേണ്ടത്, നീ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കുറേ മക്കളുണ്ട്, പലർക്കും പലതാ. ഈ കുട്ടിക്ക് നീ എന്ന ഉമ്മ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന പാരൻറ്റും നിങ്ങൾക്ക് അഡ്വൈസ് തരുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ അറിയണം. അവരറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ഇത് നമുക്കുള്ള പാടാണ്. എന്ത്? നമ്മൾ ഒരാളോട് ഐഡിയ വരുമ്പം ഞാൻ ഇങ്ങനെ ചെയ്യല്, അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ ചെയ്തോ പറയരുത്. നിങ്ങൾ റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ റൂട്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള റൂട്ടിലേക്ക് റൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആവുണ്ടോ? നിങ്ങൾ റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഗുണം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അവരുടേതായ ശൈലികളിൽ ജീവിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? അനുവദിക്കും. ഈ ലോകം എല്ലാവരെയും എല്ലാവരെ പോലെ ആക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ ഡ്രസ്സിങ് നോക്കിയാൽ ഇന്നത്തെ ട്രെൻഡ് ഇതല്ല, അപ്പം എങ്ങനെയല്ലേ ഡ്രസ്സ് ഇടേണ്ടി? നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതിട്ടിട്ടില്ലെങ്കിൽ മോശമാണ്. ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാണ് ട്രെൻഡ്, മറ്റേതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, അപ്പോൾ ഇതല്ലേ ട്രെൻഡ്, ഇതല്ലേ ധരിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഓർണമെൻറ്റ് യൂസ് ചെയ്യാതിരിക്കില്ല ട്രെൻഡ്. അപ്പോൾ ചില പാവപ്പെട്ടവരെന്തെങ്കിലും കാത്തിക്കും, ഒരു ടൈം എത്തുമ്പോൾ സ്വർണ്ണം ഇല്ലാത്തൊരു ട്രെൻഡ് വരും, അപ്പം കല്യാണം നടത്താം. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, ഓർണമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഒരു പുറംമോടികളും ഇല്ലാണ്ട് ഒരു കല്യാണത്തിലേക്ക് സമ്മതം മൂലി അല്ലെങ്കിൽ അങ്ങനെ കല്യാണം നടത്തിയപ്പോഴേക്ക് എല്ലായിടത്തും അത് ചർച്ച. നമ്മൾ വരെ കണ്ടോന്നറിയും. എന്നിട്ട് നമ്മളെ നടത്തോ? നമ്മളിങ്ങനെ കൈയടിച്ചോ? എന്താണില്ലേ ഭയങ്കരല്ലേ, അങ്ങനെ വേണ്ടി യെസ് എന്ന് പറയും. ആ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മുടെ അപ്രീസിയേഷന് ഒരു തുള്ളി ഉള്ളുന്നുള്ളതാണെങ്കിൽ നമ്മൾ ശരിക്കും അങ്ങനെ ചെയ്യോ? അല്ലേ? അത് നമ്മൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. മീൻസ് നമുക്ക് അതിനുണ്ടെങ്കിൽ ചെയ്യാം. ഇല്ലാഞ്ഞിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നിടത്ത് ആ പ്രശ്നം. നിങ്ങളുടെ അടുത്ത് അതിനുള്ള സമ്പത്തുണ്ട്, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല, അതിലൊരു കുഴപ്പമില്ല. അവിടെയും വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ റൂട്ടും ഫ്രൂട്ടും തമ്മിലുള്ള വ്യത്യാസം, വേറെ ചില പ്രശ്നം. ഈ പുറത്തുള്ള തന്നെ നോക്കി നടക്കുന്ന ആൾക്കാർ, അംബാനിയുടെ മോൻ്റെ ആരെ കല്യാണം എടുത്ത് മോനെ അംബാനിയുടെ കുട്ടിയുടെ ഇപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു കല്യാണം തുടങ്ങുമ്പോൾ 5000 കോടിയാണ് കല്യാണത്തിന് ചിലവാക്കി. 5000 കോടി. അപ്പോൾ കുറേ ആൾക്കാർ എന്ത് ദൂർത്താണെന്നാണ് ചോദിച്ചത്. എന്ത് ദൂർത്താണ്, ഇങ്ങനെയൊക്കെ കല്യാണം നടത്താൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദിക്കുന്ന ആൾക്കാരെ കഥ അതിനേക്കാളും കോമഡിയാണ്. കാരണം അങ്ങേര് കുറേ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും. ഇതിൽ മെജോറിറ്റിയും കുറേ പാവപ്പെട്ടവർക്ക് കൊടുക്കൽ അത്രയോ 50,000-60,000 ആൾക്കാർക്ക് ഭക്ഷണ വിതരണമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് അങ്ങേര് 5000 കോടിയുടെ കല്യാണം നടത്തിയപ്പോൾ അങ്ങേരുടെ സമ്പത്ത് കൂടാ ചെയ്ത്. കാരണം അതും മുപ്പർക്ക് ബിസിനസ്സായി. നമ്മളിവിടെ 10 ലക്ഷത്തിൻ്റെ കല്യാണം നടത്തി കഴിഞ്ഞാൽ വീടിൻ്റെ ആധാരം ബാങ്കിലാവും. ഈ നമ്മളാ പറഞ്ഞത് ഒരു ദൂർത്തുന്ന്. അംബാനി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ 1% പോലും കല്യാണത്തിന് ചിലവാക്കിയില്ല. ശരിക്കും ഉപരി പിഷ്കനാ. നിങ്ങൾ മനസ്സിലാക്കിയില്ല? ഇതൊന്നും കാണൂല, അകത്തേക്ക് നോക്കൂല. നമുക്ക് വേഗം എന്താണ് അല്ലേ, എന്നിട്ട് കുറച്ച് സാധനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ അവസാന കാലഘട്ടത്തിൻ്റെ അടയാളാണ്, നരകത്തിലെ തീക്കൊള്ളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് സുഖമാണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ. വി ഡോണ്ട് നോ വിത്ത് വാട്ട് ഇൻറ്റൻഷൻ പീപ്പിൾ ആർ ഡൂയിങ് സോ വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങേൻ്റെ സമ്പത്തിൻ്റെ 1% പോലും ചിലവാക്കില്ല. നിങ്ങളുടെ ടോട്ടൽ ബാലൻസ്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മൊത്തത്തിൽ 1 കോടിയാണ് ഇത്രയും കാലത്തെ സമ്പാദ്യം. അത് നിങ്ങളുടെ മകളെ കല്യാണത്തിന്, കുട്ടിയുടെ കല്യാണത്തിന് നിങ്ങൾ 80 ലക്ഷം ചിലവാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ സമ്പാദ്യത്തിൻ്റെ 80% നിങ്ങൾ എന്താക്കിയത് കല്യാണത്തിന് ഉപയോഗിച്ച്. അങ്ങേരെ ഒരു കുട്ടീൻ്റെ കല്യാണം നടത്തി 1% പോലും ചിലവാക്കിയില്ല ഇവർ മൊത്തത്തിലുള്ള സമ്പാദ്യത്തിനും എന്ന് പറയുമ്പോൾ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മളതൊന്നും നോക്കൂല, നമ്മൾ നേരെ കയറിയും കമൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോകം നമ്മളോട് പുറത്തേക്ക് പൂക്കളെ നോക്കി, ട്രെൻഡ് നോക്കി, പുറമോടികൾ നോക്കി, അതാകണം ഇതാകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്ക് നമ്മളായിട്ടിരിക്കലാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ചലഞ്ച്. നമ്മളാകണമെങ്കിൽ നമ്മൾ എവിടെ ഉറച്ചിരിക്കണം? നമ്മുടെ വാല്യൂസിൽ
ഉറച്ചിരിക്കണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പം നിക്കാബീസ് ആയിട്ടുള്ള കോച്ചസ്, ഇവിടെ എല്ലാ തരം കോച്ചസും ഉണ്ട്. ഓരോരുത്തരുടെ ഓരോ രീതി, അവരെ ഇഷ്ടത്തിനായിക്കോട്ടെ. അല്ലാണ്ട് ഇവിടെ നമ്മൾ വന്ന് പറയലുണ്ട് കോച്ച് ആവണമെങ്കിൽ ഇങ്ങനെയേ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പം ലോകം നമ്മളോട് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നിടത്തൊന്നും ഓരോരുത്തരും അവരായിട്ടിരിക്കട്ടെ. അപ്പം അവരായിട്ടിരിക്കുക എന്നുള്ള വലിയ ചലഞ്ചിങ് ആണ്. പക്ഷേ റൂട്ടിൽ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകം എന്ത് പറഞ്ഞെന്നുള്ളത് നമ്മൾ നോക്കില്ല. അപ്പം നേരത്തെ തെസ്നിയുടെ വീഡിയോയിൽ തെസ്നി കേട്ടിട്ടുണ്ടായിരിക്കും, ക്ലാസ് എടുക്കാൻ പോയപ്പോൾ പലരും പറഞ്ഞു നിങ്ങൾ ഈ മുഖം മറയ്ക്കാതെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നല്ലത്, അങ്ങനെയാണെങ്കിൽ അവസരം തരാം. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ട്രെൻഡിന് വേണ്ടിയിട്ട് എൻ്റെ വാല്യൂ മാറ്റണോ അതല്ല ഞാൻ ഹോൾഡ് ചെയ്യണ വാല്യൂ? അത് ചിലർക്ക് ഓരോരോ വാല്യൂസ് ആണ്, ഇത് മാത്രം വാല്യൂ എന്ന് പറയല്ലോ, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവിടെ തെസ്നിക്ക് തെസ്നി ആയിട്ടിരിക്കലിൽ ഞാൻ എൻ്റെ വാല്യൂ ചൂസ് ചെയ്യുന്നു പറയണമെങ്കിൽ റൂട്ടിൽ അത്രയും ഉറച്ചിരിക്കണ്ടേ? റൂട്ടിൽ ഉറക്കാണ്ട് ഒരു ചാൻസാണ്, എന്നാൽ കുഴപ്പമില്ല, തോന്നിയ പോലെ ആവാം എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മളില്ല, നമ്മളായിട്ടിരിക്കാന്നുള്ള. അപ്പം ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുക പറയും, ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ വാല്യൂ പ്രകാരം ഞാൻ അവിടെ ഡിവിനിറ്റി സംസാര വിഷയമാക്കും. എപ്പോഴും ഞാൻ കുറച്ചുകൂടി സ്പിരിച്വാലിറ്റി അവിടെ ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരും. അതെൻ്റെ ക്ലാസ്സിൻ്റെ വാല്യൂ ആണ്, അതെൻ്റെ റൂട്ടാണ്, അതിൽ ഞാൻ എന്ത് ചെയ്യില്ല, കോംപ്രമൈസ് ചെയ്യൂല എന്നുള്ളതാണ്. എന്നതുകൊണ്ട് എല്ലാവരും അത് കേട്ടിരിക്കണം നിർബന്ധമില്ല. അല്ല അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ ജഡ്ജ് ചെയ്യും, അതൊന്നുമില്ല. നമ്മളായിട്ടിരിക്കാനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രയാസം. പക്ഷെ നമ്മളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് കൂടെ ഇരിക്കാനായിട്ട് ഇതേപോലെ കുറേ ആൾക്കാർ വരും. ഞായറാഴ്ച രാവിലെ 6:30 ഫുട്ബോൾ സീസൺ, ആൾക്കാർ വരും. എവിടെ നിന്നെത്താനാ എത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ യുവർ റൂട്ട്. നമ്മുടെ റൂട്ടിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ യു എക്സ്പീരിയൻസ് ദ മാജിക് ഓഫ് ദ ഡിവിനിറ്റി ഇൻ ദാറ്റ്. നിങ്ങൾ ഇത്രയും പേര് വന്നിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സംഭവം എന്നല്ല ഞാൻ മനസ്സിലാക്കണേ. നമ്മുടെ വാല്യൂസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണിത്, ഹോൾഡ് ഓൺ ടു ദ റൂട്ട്സ്. അതിന് എന്ത് ചെയ്യാം? ഹോൾഡ് ഓൺ ചെയ്തിരിക്കുക. ഇത് നമുക്ക് എന്ത് സ്ട്രെങ്താണ് തരുന്നത്? Almighty is always with you. He is guiding you. He is with you. So more and more hold on to that roots, to that values എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഗതി എപ്പോഴും പുറത്തേക്കാണ്. നമുക്ക് പുറത്തേക്ക് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താ പറയുക? പുറത്തേക്കുള്ള എക്സ്പാൻഷൻ നമ്മുടെ പണിയല്ല, പുറത്തേക്കുള്ള എക്സ്പാൻഷൻ പ്രകൃതിയുടെ പണിയാണ്. നമ്മുടെ പണി എന്താ? നമ്മൾ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലാം എന്നുള്ളതാണ്. ഒരു കൃഷിക്കാരന് ഈ വിത്തെടുത്തിട്ട് വേഗം കർഷകന് വിത്തെടുത്തിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുമോ? വേഗം പൊന്തട്ടെ, വേഗം വലുതാക്കി കൊണ്ടുവരാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മൂപ്പർക്ക്, അതിൽ അറിയുള്ളൂ. ഹി ക്യാൻ ഓൺലി ഇൻവെസ്റ്റ് ഇൻ ദ റൂട്ട്സ്, ഓൺലി ഇൻ ദ സോയിലിൽ മാത്രം ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അതിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. സോ മരങ്ങൾ നമുക്ക് തരുന്ന, പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം, മനുഷ്യന് സത്യം കണ്ടെത്തണോ? ഞാൻ നേരത്തെ പറയില്ലേ, നമുക്ക് കുറേ അഡ്വൈസ് കിട്ടും. ഫ്രണ്ട്സ് തന്ന അഡ്വൈസ്, വീട്ടുകാർ തന്ന അഡ്വൈസ്, വേറെ പല വാക്കും വായിച്ച് കിട്ടിയ അഡ്വൈസ്, ഇതൊക്കെ അഡ്വൈസ് കറക്റ്റ് തന്നെയാണ്, ഇതൊക്കെ വർക്കാവുന്നതാണ്. പക്ഷെ നമ്മൾക്ക് ട്രൂ ആയിട്ടുള്ളത് അറിയണമെങ്കിൽ ഞാൻ പറയും, എല്ലാ അഡ്വൈസുകളും സ്വീകരിക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രകൃതിയുടെ ഉപദേശം ആദ്യം സ്വീകരിക്കണം. പ്രകൃതിദത്തമാണ്, അതിലും എന്തില്ല, കൈക്കടത്തലുകളില്ല. അപ്പം ദൈവം ഇവിടെ സത്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചോൻ ഇവിടെ സത്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം ശരിക്കും പ്യുവറായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഏതാണ്? പ്രകൃതിയാണ്. അതാണ് പ്രകൃതി നിയമങ്ങളിൽ മാറ്റില്ലല്ലോ. ഇന്നിപ്പോൾ സൂര്യൻ 12 മണിക്ക് ഉദിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിയമം മാറിയിട്ടൊന്നുമില്ലല്ലോ, ഇല്ല. ഓൺ ടൈം തന്നെ മൂപ്പര് വന്നു. സൂര്യാസ്തമയം രാത്രി 11 മണിക്കാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കത് രാത്രി എന്ന് പറയാൻ പറ്റില്ല, 11 PM സൂര്യാസ്തമയം അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങളില്ല. പ്രകൃതി ശരിക്കും പ്രകൃതിദത്തമായിട്ട് കുടികൊണ്ടുകൊണ്ടിരിക്കുമ്പം എന്തുകൊണ്ടും നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കണം എന്ന് പറയാനുള്ള കാരണം, പ്രകൃതിയുമായി നിങ്ങൾ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള വിസ്ഡംസ് നിങ്ങൾക്ക് കിട്ടും, പ്യുവർ ആയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ എങ്ങനെ തീരുമാനം എടുക്കണം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പം ഒരു മരമല്ലേ നമ്മളത് പഠിപ്പിച്ചത്? നമ്മളൊരു മരത്തിലേക്ക് നോക്കിയതല്ലേ? ഇവിടെയല്ലേ നിങ്ങൾ നോക്കേണ്ടത്? അവർ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നുണ്ട്, മരം കാണുന്നുണ്ട്. ആ മരം അതെന്ത് മരമാണ്? അത് ആപ്പിളാണ്, അത് മാംഗോ ആണ്, കാണുന്നുണ്ട്, അതിൻ്റെ ഗുണം അതൊക്കെ അറിയാം. അതല്ല, നിങ്ങൾ അതിൽ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ തേടി നടക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ പ്രകൃതി നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞത്. പ്രകൃതിയിലേക്ക് ലിറ്ററലി തന്നെ ഇറങ്ങുന്നതും അതുപോലെ തന്നെ പ്രകൃതിയെ വിഷയമാക്കി ചിന്തിക്കുന്നതും. പല കവികളും സത്യം വിളിച്ചു പറഞ്ഞത് പ്രകൃതിയെ വിഷയമാക്കിയിട്ടാണ്. കാറ്റും മരവും വെള്ളവും പുഴയൊക്കെ വിഷയമാക്കിയിട്ടല്ല അവർ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്.
പക്ഷെ സത്യം വിളിച്ചു പറഞ്ഞ കവികൾ സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റൂല. എന്തുകൊണ്ട്? നമ്മൾ അവർ കാറ്റും പുഴയൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കാറ്റും പുഴയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ആ പുഴ ഒഴുകുന്ന ഒഴുക്കിലൂടെ അത് ശുദ്ധീകരിക്കുന്നത് പോലെ ആ ശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളൊക്കെ അതിങ്ങനെ ആ കവി ഇങ്ങനെ വിശദീകരിച്ച് പോകുമ്പോൾ നമ്മൾ ആ പ്രക്രിയ മാത്രം പഠിക്കുക. നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ എങ്ങനെയാണ് അല്ലേ സാൻഡുകൾ അല്ലെങ്കിൽ മണൽ ഈ മലകളെ പൊടിച്ച് തരിയാക്കിയിട്ട് എങ്ങനെയാണ് പുഴി നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് സാൻഡ് നമുക്ക് കിട്ടുന്നത്, ഇതിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ കണ്ണുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതേ പുഴയെ നമ്മൾ ജോഗ്രഫിയിൽ ചർച്ചാ വിഷയമാക്കുമ്പോൾ അതേ ടെറൈനുകളെ അതേ സാൻഡുകളെ നമ്മൾ ജോഗ്രഫിയിൽ ചർച്ചാ വിഷയമാക്കുമ്പോൾ തന്നെ പുഴ എങ്ങനെയാണ് പാറ പോലെ കട്ടിയുള്ള ഒരു വസ്തുവിനെ പൊടിയാക്കിയിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരിക്കലും നീങ്ങാത്തതിനെ, ഒരിക്കലും ചലിക്കാത്തതിനെ നിങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട? ഇത് മലയാണ്, ഇത് ചലിക്കൂല തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങളിത് മലയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുമ്പോൾ ആ മലയും എവിടെ എത്തിയിട്ടുണ്ട്? കടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കാണ്, ഈ മലക്ക് കടലിലെത്താൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കും ഇത് പാറയല്ലേ, ഇതിന് കടലിലെത്താൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ കാണുന്ന എന്താ? ഈ കണ്ണുകൊണ്ട് ഇല്ല, അതിനെത്താൻ പറ്റൂല. പക്ഷേ നമ്മൾ കാണാതെ ചെറുതായിട്ട് തരിയായി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? പുഴയുടെ കൂടെ മെല്ലെ ഇറങ്ങിപ്പോയിക്കും, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഓരോ എവിടെ എത്തിയിട്ടുണ്ട്? കടലിലെത്തിയിട്ടുണ്ട്. അവർ കടൽ ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ചലിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മല പോലും ദൈവം നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങളുടെ കണ്ണിൽ ഒരു പക്ഷേ മല ആണിയായിട്ടിരിക്കാം, അനങ്ങാതിരിക്കാം. പക്ഷെ ആ മലക്ക് പോലും പൊടിയായിട്ട് കടലിലേക്ക് ചേരാനുള്ള വഴി ഒരുക്കുന്നുണ്ട് ഞാൻ. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ കവിത ഒക്കെ കേൾക്കുമ്പം തരിയായി ആ മണലിനെ അവിടേക്ക് ചേർത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ തരിയായി മണലിനെ അങ്ങോട്ട് ചേർത്തു. നൈസ്. ഞാൻ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ മലയെ പൊടിച്ച് കടലിലെത്തിച്ച പുഴയുടെ കഥയാണ് കവിയോടെ പറയുന്നത്. കഴിഞ്ഞു. പക്ഷെ കവി ഉദ്ദേശിച്ചത് അപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം കവി ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയുടെ രഹസ്യമാണ്. ഇതുപോലെ പ്രകൃതിയെ നമ്മൾ വിഷയമാക്കണം, പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. നമ്മുടെ പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും നമ്മുടെ ചുറ്റിൽ ഉത്തരങ്ങളുണ്ട്. ഒരു ചെടി, ചെറിയൊരു മരം നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പം നമുക്ക് ഇത്രത്തോളം ഡീപ്പ് ഇൻസൈറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് വായിക്കാനുള്ള വേദമാണ്. ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വേദം കിട്ടി, ആ വേദത്തിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ വേദം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ വായിക്കാനുള്ള കീ ആണ്. ആ വേദം നിങ്ങളോട് പറയാണ് ഇതിൻ്റെ അകത്ത് രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പോയിരിക്കുമ്പോൾ ആ വേദം നിങ്ങളോട് പറയാണ് ഇത് പുറത്തേക്ക് പോകാൻ. അല്ലാത്തവനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ചിന്തിച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് പോകാത്തവൻ വേദം ചുമക്കുന്ന കഴുത. ചിന്തിക്കാത്തവനെ ദൈവം തന്നെ ഉപമിച്ചിരിക്കുകയാണ് കഴുതാന്ന്. നമ്മൾ എങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്? വേദത്തിലേക്ക് ഓടിച്ചെല്ല. വേദത്തിലേക്ക് ഓടിച്ചെല്ലുന്നത് എന്തിനാണ്? ഇതിൽ ഭേദമുണ്ട്, ഇതിൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പം കുറച്ചു നേരം വേദപാരായണം നടത്തിയാൽ സമാധാനം ഉണ്ടാവും, പരിഹാരം കിട്ടും, ഉത്തരം കിട്ടും. പക്ഷെ നിങ്ങൾ തത്തമ്മേ പൂച്ച പാരായണം മാത്രമാണ് നടത്തുന്നത്. പാരായണം ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതിലേക്ക് ഇറങ്ങുമ്പോൾ അതിലൊരു വരിയിലുണ്ടായിരിക്കും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? അപ്പോൾ പിന്നെ വേദം പൂട്ടിയിട്ട് എങ്ങോട്ട് പോയി നോക്കേണ്ടി വരും? ഒട്ടകത്തിലേക്ക് പോയി നോക്കേണ്ടി വരും. അതിന് സൗദി വരെ പോകാന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ഇരുന്നിട്ട് ഇവിടെയുള്ള സർവ്വചരാചരങ്ങളിലേക്കും നിങ്ങൾ നോക്കൂ. വേദം എപ്പോഴും മനുഷ്യനെ പുറത്തേക്ക് നോക്കാനാ പ്രോത്സാഹിപ്പിക്കണേ. അതുകൊണ്ടാണ് വേദം ഇറക്കിയ തമ്പുരാൻ തന്നെ മനുഷ്യനോട് പറയാണ്, നിങ്ങൾക്ക് 2 രീതിയിലാണ് ആയാത്തുകൾ. വേദത്തിൽ ഓരോ സൂക്തത്തെയും നമ്മൾ ആയത്ത് എന്നാലോ പറയാം, അല്ലെ? ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. മനുഷ്യന് ദൃഷ്ടാന്തം ഒരുക്കി വെച്ചിരിക്കുന്നത് 2 ഇടങ്ങളിലാണ്. ഒന്നീ പ്രകൃതി നിറയെ, ചക്രവാളങ്ങൾ നിറയെ ദൃഷ്ടാന്തങ്ങളാണ്. മറ്റൊന്ന് മനുഷ്യൻ്റെ അകത്ത്. ഒന്നുകിൽ അവൻ്റെ അകത്തുള്ള വേരുകളിലേക്ക് അവൻ ഇറങ്ങി ചെല്ലട്ടെ, അല്ലെങ്കിൽ അവൻ്റെ പുറത്തേക്ക് അവൻ ചിന്തിക്കട്ടെ. ഈ 2 സ്ഥലത്തേക്ക് പോകാനാണ് വേദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ചില ആളുകൾക്ക് അത് തിരിഞ്ഞിട്ടില്ല. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോഴും വേദപാരായണത്തിൽ ഇങ്ങനെ ഇരിക്കുക. വേദം പാരായണം ചെയ്ത് ആ വേദം നിൻ്റെ അകത്ത് കയറിയിട്ട് നിൻ്റെ അകത്തു നിന്നും നിനക്ക് വേണ്ടി പാരായണം ചെയ്ത് തുടങ്ങുമ്പം നിൻ്റെ ചിന്തകൾ ഉണരും. ചിന്തകൾ ഉണർന്നിട്ട് നീ എങ്ങോട്ട് പോകും? നിന്നെ ഈ പ്രകൃതിയിലേക്ക് ബന്ധിപ്പിക്കും. പ്രകൃതിയിൽ സത്യമുണ്ട്, വേരിൽ സത്യമുണ്ട്, കാറ്റിൽ സത്യമുണ്ട്, ജലത്തിൽ സത്യമുണ്ട്. കാരണം ഈ സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ തന്നെ പറയാണ്, സകല ചരാചരങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ ചരാചരങ്ങളും സത്യം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം എന്താണോ പ്രപഞ്ച സത്യം, അതിങ്ങനെ വിക്ര ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ സത്യത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഒരു കുട്ടി ചിന്തിക്കുക, എന്തിനാ അപ്പം എക്സാമൊക്കെ എഴുതിയിട്ട്? ആ കുട്ടിക്ക് എന്തോ സത്യം വേണ്ടേ? ആ കുട്ടിക്കുള്ള ഉത്തരം എന്തിലുണ്ടെന്നാണ് പറഞ്ഞത്? ഈ പ്രകൃതിയിൽ
ഈ ചുറ്റുപാടിലുണ്ട്. പക്ഷെ അവൻ്റെ ചിന്തകളെ അക്കന് ഉണർന്നിട്ടില്ല. അവൻ സയൻസ് പഠിക്കുന്നുണ്ട്, അവൻ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, അവൻ ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്, ഒക്കെ പഠിക്കുന്നുണ്ട്, എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വർഷങ്ങളോളം സ്കൂളിൽ ഞാനും നിങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് കൂടി നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ആരാണ് ഈ എക്സാം ഒക്കെ കണ്ടുപിടിച്ചത്, ഉണ്ടാക്കിയ ആളൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തുടങ്ങിയിട്ട് ആരാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയത്, ഇവരെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ആ സബ്ജക്റ്റ് ഉണ്ടാക്കിയ ആളാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ പറയാതെ പറഞ്ഞൊരു സത്യം എന്താണ്, ആരാണ് ഈ ജീവിതം ഉണ്ടാക്കിയത്. കാരണം ജീവനുള്ളതുകൊണ്ടല്ലേ സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണെന്ത്, ഇതിൻ്റെ അടുത്ത പോയിന്റിലേക്ക് നീ കയറി കഴിഞ്ഞാൽ ഇതല്ല നിൻ്റെ പ്രശ്നം, എക്സാം ആരുണ്ടാക്കുന്നില്ലല്ലോ എൻ്റെ പ്രശ്നം. ഞാൻ പറയുന്നു, ചില ആൾക്കാരുണ്ട് സ്കൂളിൽ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു, എക്സാം എഴുതാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷേ ഈ ട്രൂത്തിൻ്റെ ഒരു കണക്ഷൻ കിട്ടിയതോട് കൂടിയിട്ട് പിന്നെ അവർക്കൊന്നും പ്രശ്നമല്ല, പഠിക്കലും പ്രശ്നമല്ല, എക്സാം എഴുതലും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്ത്, ശരിക്കും സബ്ജക്റ്റ് ആയിരുന്നില്ല പ്രശ്നം, ഞാൻ അറിയേണ്ട എന്തോന്നുണ്ടായിരുന്നു അത് ഞാനിതുവരെ അറിഞ്ഞില്ല. ആ ഒരു വിങ്ങൽ, ആ ഒരു വേദന എക്സാമിലോ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ എവിടെയോ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയാം അൾട്ടിമേറ്റ് സൊല്യൂഷൻ സ്പിരിച്വാലിറ്റിയിലാണ്. ബിസിനസ് പ്രശ്നമൊക്കെ ഓക്കെ, നമുക്ക് കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാത്തിനുള്ള പരിഹാരം തരുന്നവൻ അവനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഭംഗിവാക്ക് പറയാനുള്ളതല്ല. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ പോലും അതിന് ഫിസിക്കലി ഒരു പ്രശ്നമുള്ളതുപോലെ തന്നെ അതിനൊരു മെറ്റാഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൂടിയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ സ്റ്റക്ക് ആകുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട എന്താണ്, എൻ്റെ റൂട്ടിൽ നിന്ന് ഞാൻ എവിടെയെങ്കിലും തെറ്റിയോ, എൻ്റെ ഇൻറ്റൻഷൻ ഞാൻ എവിടെയെങ്കിലും തെന്നിയോ. കാരണം നിങ്ങളുടെ റൂട്ടിൽ നിങ്ങളുടെ ഇൻറ്റൻഷനിൽ അലൈൻ ചെയ്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് സുഗമമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇനി സുഗമമായിട്ടല്ല ഒഴുകുന്നത്, ചലഞ്ചിങ് ആണ്, എങ്കിലും നിങ്ങൾക്ക് ഒഴുക്ക് മുട്ടിയൊരു ഫീൽ ഉണ്ടാവില്ല. നിങ്ങൾ ആ പ്രശ്നങ്ങളും ചലഞ്ചസും പോലും നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഇതല്ലേ നമുക്ക് വേണ്ടത്. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല, പ്രശ്നങ്ങൾ എത്രയും വന്നോട്ടെ, അപ്പോൾ ഈ നമ്മൾ അകത്തുള്ള അലൈൻമെൻറ്റ് തെറ്റാതിരിക്കുക, അപ്പോൾ നമുക്ക് എത്ര ക്ഷമിക്കാനും സുഖമാണ്. അല്ലാണ്ട് നമ്മൾ റൈറ്റ് പാത്തിലാകാൻ തന്നെ എപ്പോഴും ലക്ഷൂറിയസ് ആയിട്ട് ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ലൈഫ് എന്നുള്ളതല്ല. പക്ഷെ അവിടെ പെയിന് വരുമ്പോഴും നമുക്ക് പേഷ്യൻസോട് കൂടിയിട്ട് അത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഈ ഫുൾ മൂണിനെ കാത്തിരിക്കണ പോലെ കാണുന്നൊന്നുമില്ല, ഇരുട്ടിലാണ്, കാർമേഘം മൂടിക്കെട്ടിയിരിക്കുകയാണ്. എങ്കിലും നമ്മൾ അലൈൻഡ് ആണെങ്കിൽ ആ കാർമേഘം മറച്ചു വെച്ചതാണ്, അതിൻ്റെ പിറകിൽ സൂര്യനുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ചന്ദ്രനുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഇരിക്കാൻ പറ്റുമ്പോൾ അതിനല്ലേ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അല്ലാണ്ട് ചിലപ്പോൾ ഉണ്ടാവേക്കും, നമുക്ക് തൽക്കാലം അങ്ങനെ വിശ്വസിക്കാം, അതല്ല, ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ തൊട്ട് മുന്നേ ചന്ദ്രനെ കണ്ടു, അതിൻ്റെ മുന്നിൽ കാർമേഘം വന്ന് നിന്നാൽ പിന്നെ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നില്ല, സത്യം തന്നെയാണ്. അതിനർത്ഥം വെളിച്ചം ഇല്ല എന്നാണോ? ഈ ഉറപ്പ് എവിടുന്ന് നമുക്ക് കിട്ടാം? ഈ ഉറപ്പ് നമുക്ക് കിട്ടാം നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് അലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ, നമ്മുടെ റൂട്ടായിട്ട് അലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രിയോറിറ്റിയിൽ ഡിവൈൻ ഗൈഡൻസ് ഈസ് ഓൾവേസ് ദർ എന്നുള്ള സ്ട്രെങ്ത് തന്നെ ആയിരിക്കും. പല ആൾക്കാർ കഴിയുന്നത് പോവും അവർ റൂട്ടിലല്ലെങ്കിൽ. നമ്മളല്ലാതാക്കി മാറ്റുന്ന ബന്ധങ്ങൾ, നമ്മളുടെ സ്വത്വത്തെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ റൂട്ടിൽ നമ്മൾ തെന്നിക്കുന്ന ബിസിനസ്സുകൾ, നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ, നമ്മുടെ റിലേഷൻഷിപ്പുകൾ, ഇതൊക്കെ തന്നെ റൂട്ടിൽ നിന്നും തെറ്റിയ അവസ്ഥയിൽ നമ്മളതിൽ കമ്മിറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളതിന് ഒന്നിന് ബദലായിട്ട് വേറൊന്ന് വെച്ചോക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, റൂട്ട് ഫിക്സ് ചെയ്തോ? റൂട്ട് കോസ് ഫിക്സ് ചെയ്യാത്തൊരു സംഭവം ഉണ്ടല്ലോ, റൂട്ട് ഫിക്സ് ചെയ്തോ? റൂട്ട് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ഫ്രൂട്ട് റെഡിയാക്കാം, പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്താണ്? വർക്കിംഗ് ഇൻ ദ റൂട്ട്സ്, ഇൻവെസ്റ്റിംഗ് ഇൻ ദ റൂട്ട്സ്. ഇനി നമുക്ക് ഒന്നുകൂടി ആ പാബ്ലോ നെരൂദയുടെ ലൈൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. വെൻ ഐ ലിവ്ഡ് അമംഗ് ദ റൂട്ട്സ് ദേ പ്ലീസ്ഡ് മീ മോർ ദാൻ വാട്ട് ഫ്ലവേഴ്സ് ഡിഡ്. ഇത്രയും കാലം എന്നെ ഏറ്റവും കൂടുതൽ പ്ലീസ് ചെയ്തുകൊണ്ടിരുന്നത് പൂക്കളായിരുന്നു. പൂക്കൾ അങ്ങനെയാണ്, പൂക്കൾ ഇങ്ങനെയാണ്. ചില ആൾക്കാർ പറയില്ലേ, ഞാൻ ജീവിതത്തിലെ പല പൂക്കളെയും കണ്ടു, പല വസന്തകാലത്തെയും കണ്ടു, പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അതിനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വാടിപ്പോയി. ഇനി ഞാൻ ശരിക്കും നോക്കാണ്, എന്നും നിറവസന്തം നിലനിൽക്കുന്ന, തീരാത്ത വസന്തം, തോരാത്ത വസന്തം, എന്നും നിലനിൽക്കുന്ന വസന്തം എന്തിലാന്ന് കണ്ടെത്താൻ ഞാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ കണ്ണുകൊണ്ട് മനസ്സിലാക്കിയ ഒന്നിലായിരുന്നില്ല ആ വസന്തം. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, അല്ലേ, ആ കോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, കാണാത്തത് കാണാൻ പറ്റുന്ന കണ്ണുകൊണ്ട് മാത്രമേ അത് കണ്ടെത്താൻ പറ്റുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിലേക്കുള്ള ഇൻവിറ്റേഷനാണ് ഓരോ ദിവസം നമ്മൾ കണ്ണ് തുറക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും നമ്മുടെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറക്കുന്ന സമയത്തും നിങ്ങളുടെ ഹൃദയം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത്രയും നേരം നീ കാണാത്തൊരു ലോകത്തായിരുന്നു, നീ മരിച്ചതല്ല, നീ കണ്ണു മൂട്ടിക്കിടക്കായിരുന്നു, അപ്പോൾ നിനക്ക് ജീവനുണ്ട്, നീ ഏതൊക്കെയോ ലോകത്ത് പോയിട്ടുണ്ട്, അകക്കണ്ണുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ലോകമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും നമ്മുടെ കണ്ണുകൾ നമ്മളോട് പറഞ്ഞതാ, ഞാൻ തൽക്കാലം അടയ്ക്കുകയാണ്, ഇനിയാണ് നിന്റെ ശരിക്കുള്ള പ്രയാണം.
ഇനിയാണ് നിന്റെ ശരിയായിട്ടുള്ള അന്വേഷണം. കാരണം ഈ കണ്ണുകൾ അടയ്ക്കുന്നതോട് കൂടിയിട്ടാണ് നീ സത്യം കണ്ടെത്തുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ പുറത്ത് കാട്ടുന്ന പലതിനോടും ഒന്ന് കണ്ണടച്ചാൽ നമ്മുടെ ഹൃദയത്തിന് സത്യം പറയാൻ പറ്റും. കണ്ണു തുറന്നപ്പോൾ നിങ്ങൾ എന്താ കണ്ടേ? അവൻ എന്നെ പറ്റിച്ചു, ഇവളെന്നെ തേച്ചു. കണ്ണു തുറന്നപ്പോൾ നിങ്ങൾ എന്താ കണ്ടേ? അവരെന്നെ കുറ്റം പറഞ്ഞു. കാത് കോർപ്പിച്ച് നിങ്ങൾ കേട്ടത് അതാണ്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് അതാണ്. അതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത്. അതൊക്കെ ഫ്രൂട്ടാണ്. ഒന്ന് കണ്ണടിക്കുമ്പം അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ നിങ്ങളെ പഠിപ്പിക്കാണ്ട്. അത് കേട്ട് തുടങ്ങുമ്പോൾ മാത്രമേ ഇൻസൈറ്റ് ഉള്ള ദൃഷ്ടാന്തമുള്ളവരായിട്ട് നിങ്ങൾ മാറുള്ളൂ. ഈ അനുഭവത്തിലൂടെ എൻ്റെ തമ്പുരാൻ എന്താ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ കണ്ണടിക്കുമ്പോൾ മനസ്സിലാവും നീ നിൻ്റെ റൂട്ടിൽ നിന്നൊന്നും തെറ്റിയിട്ടുണ്ട്, ഒന്ന് റൂട്ടിലേക്ക് തിരിച്ചു വാ. അപ്പോൾ ചിലപ്പം തേപ്പ് കിട്ടേണ്ടി വരും, ബിസിനസ് പൊട്ടേണ്ടി വരും. ഒന്ന് നിന്നിലേക്ക് ഇരുന്നിട്ട് പഠിച്ചോനെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ ആ പഠിച്ചോൻ പറയാം, ഞാൻ ഓൾറെഡി എന്നോട് അത് പറഞ്ഞിട്ടല്ലേ വിട്ടത്, എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് മനസ്സിലായത് റൂട്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരീക്ഷപ്പെടും. കാരണം എന്താ? അവിടെ നിങ്ങൾ ഇക്വേഷൻ തെറ്റിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷ ഉണ്ടാവാം. കാരണം എന്താ? അവിടെ നിങ്ങളൊരു ഇക്വേഷൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പൂക്കളാണ്. അതിൻ്റെ ഒക്കെ ഭംഗി അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വേരിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ ആരിലേക്കും പ്രത്യക്ഷപ്പെടാത്ത, ഒന്നിലേക്ക് ഇൻവോൾവ് ആകാണ്ട് വേരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോണ്ടായിരിക്കും? അവർ കാരണമായിരിക്കും ചിലപ്പോൾ ഒരു വീട് മൊത്തം പൂക്കളെ കൊണ്ട് നിറയുന്നത്. അറിയാലോ അല്ലേ? അവർ കാരണമായിരിക്കും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അവർ കാരണമായിരിക്കും എല്ലാം സുഗമമായിട്ട് പോണത്. കാരണം അവർ പൂക്കളെ നോക്കിയിരിക്കുകയല്ല, പക്ഷെ പൂക്കളെ നോക്കാനുള്ളത് കൊണ്ട് അവർ വേര് നോക്കിയിരിക്കുക. അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലേ? നമ്മൾ നോക്കാന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കലല്ലോ. മക്കളെ നോക്കാന്ന് പറഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയൊക്കെ പോകേണ്ടി വരാണ്. എന്തിനാ പോയത്? മക്കളെ നോക്കാൻ. എന്നിട്ട് നോക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്? കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല, ഹൃദയം കൊണ്ട് നോക്കാൻ പറ്റുന്നില്ലേ? ഇതാണ് നോട്ടം എന്ന് പറഞ്ഞാൽ, ഇതാണ് നോക്കുക എന്ന് പറഞ്ഞാൽ, ഇതാണ് വളർത്തുക എന്ന് പറഞ്ഞാൽ. എനിക്കെൻ്റെ പൂവിനെ വളർത്തണം, എനിക്കെൻ്റെ കായ്ക്കനികളെ വളർത്തണം എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. പൂവ് വളരട്ടെ, കായ്ക്കനികൾ വളരട്ടെ, അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നോട്ടം മൊത്തം എന്തിലേക്കായിരിക്കണം? ആ വേരിലേക്കായിരിക്കണം എന്നുള്ളതാണ്. ആ നോട്ടം നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, എൻ്റെ വേരിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ റൂട്ടിലേക്ക് എന്ന രീതിയിലേക്ക് നമ്മൾ നോക്കി തുടങ്ങുമ്പോൾ നമ്മുടെ ഫ്രൂട്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. അങ്ങനെ നോക്കി തുടങ്ങുമ്പോൾ വല്ല മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള, വല്ല എന്താ പറയുക, ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൊഴിഞ്ഞു പോകും. അതല്ലേ നമുക്ക് വേണ്ടത്? പറയാറുണ്ട്, മനുഷ്യൻ സത്യത്തിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ കൂടെയുള്ള ഫേക്ക് ആയിട്ടുള്ള എല്ലാവരും പോകും. അപ്പോഴാണ് മനസ്സിലാവുക, ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലായത്. ആരൊക്കെ ഉണ്ടാവും നമ്മളെ കൂടെ? ഒരു പ്രശ്നം വന്നിട്ടല്ലാണ്ട് ആർക്കെങ്കിലും പൊതുവെ മനസ്സിലാവാറുണ്ടോ ശരിക്കും ട്രൂ ആയിട്ടുള്ളവരാരാന്ന്? നമ്മളിങ്ങനെ പുറമോടിയിലൊക്കെ ഭംഗിയായിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ഒരു ഘട്ടമെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുക, എന്നെ ഇതിനേക്കാളും വളർത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിനേക്കാളും വളർത്താൻ തമ്പുരാൻ തീരുമാനിക്കുമ്പം നിൻ്റെ ശരിയായ ദൈവികമായിട്ടുള്ള വളർച്ചയ്ക്ക് കോട്ടം നിൽക്കുന്ന, നിൻ്റെ വേരിനെ നോക്കാതെ നിൻ്റെ പുറമോടി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ നിൻ്റെ വളർച്ചയ്ക്ക് കോട്ടം നൽകുന്ന ആൾക്കാരാണ്. അവരുടെ പ്രാർത്ഥനകൾ പോലും നിനക്ക് ഗുണം ചെയ്യൂല. അപ്പം നിന്നിൽ ആ വേരിലേക്ക് നീ ചേരാൻ ഉദ്ദേശിക്കുമ്പം എന്ത് ചെയ്യും? ആ വേരങ്ങ് ഓണാകുമ്പോഴത്തേക്ക് അതിലേക്ക് കൊഴിഞ്ഞു പോകേണ്ട സാധനങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നില്ല. എന്നാൽ അതിലേക്ക് അടുക്കുമ്പോൾ അതിലേക്ക് ചേരേണ്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ചേരുകയും ചെയ്യുന്നുള്ളതാണ്. ആ ഒരു സമവാക്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കൽ വളരെ എളുപ്പമാണ്. കേട്ടിരിക്കാൻ രസമാണ്, ബൾബ് കത്താൻ രസമാണ്, പക്ഷെ ഇത് അനുഭവത്തിൽ വരണമെന്നുള്ളതാണ്. ഇന്ന് കേട്ടത് മുഴുവനും അനുഭവത്തിൽ വന്നോണമെന്നില്ല, പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു കഷ്ണം എവിടെയെങ്കിലും അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ പറ്റും. അതന്നെ ഗൈഡ് ടോക്കിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, ആ ഗൈഡ് ടോക്കിൽ ഇങ്ങനെ പറഞ്ഞതായിരുന്നു, പിന്നെ എനിക്ക് ആ സ്ട്രെങ്ത്തിൽ ഒറ്റക്കായപ്പം നിലനിൽക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന്. അങ്ങനെ പല പല വിഷയങ്ങളിൽ ആൾക്കാർ പങ്കുവെക്കാറുണ്ട്. അത് ഇവിടെ ഇരുന്ന് കേട്ടപ്പോൾ അത് ഉള്ളിൽ ധ്യാന നിർഭരമായിട്ട് കയറിയത് കൊണ്ടാണ്, അല്ലാണ്ട് വെറുതെ കയറിപ്പോയത് കൊണ്ട് വന്നതുമല്ല എന്നുള്ള. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിരിക്കുമ്പം നിങ്ങളെല്ലാവരെയും ഞാൻ ആവർത്തിച്ചിട്ട് ഉണർത്തുന്നത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങാനാണ്, അല്ലേ? നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നെ കേട്ടിരിക്കാനല്ലേ. എന്തിനാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ കേൾക്കാനാണ്, നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കാനാണ്, നിങ്ങൾക്ക് നിങ്ങളെ തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എനിക്കൊന്നും തരാനില്ല, നിങ്ങൾക്കും ഒന്നും തരാനില്ല. ആകെ തരാനുള്ളത് ഞാനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി തരാൻ പറ്റുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സമയങ്ങൾ നമുക്ക് വേണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ വേരിലേക്ക്, നമ്മുടെ ഉണ്മയിലേക്ക്, നമ്മളിലെ ട്രൂത്തിലേക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഈ പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ ഒന്നാണ്, ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടെന്നുള്ള ഒരു തുറന്ന ബോധത്തോടു കൂടി ഇരിക്കുമ്പം മനുഷ്യനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യൻ എന്ന വിഗ്രഹത്തിനപ്പുറത്തേക്ക്, മനുഷ്യരിൽ മാത്രം അഭയം പ്രാപിക്കുന്ന അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മനുഷ്യനും ഇല്ലെങ്കിൽ, ഒരു മഹ്ലൂക്കും ഇല്ലെങ്കിൽ, ഒരു സൃഷ്ടിയും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ
നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ, നിങ്ങൾക്കുള്ള ഫെയ്ത്ത് ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് വരുമ്പോഴാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരെ കൊണ്ടും നിങ്ങൾക്കും നിങ്ങളെ കൊണ്ട് അവർക്കും ഗുണം ഉണ്ടാവാം. എവിടെ എത്തണം? ഒരു മനുഷ്യന്മാരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ആരും എൻ്റെ കൂടെ നിൽക്കാത്ത അവസ്ഥയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയാലും എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മളെ കൂടെ ആരുണ്ടാവണം? നമ്മളുണ്ടാവണം. അതുണ്ടാകുമ്പോൾ നമ്മൾ കൂടെ ആരും കൂടി ഉണ്ടായിരിക്കും? ഈ സർവ്വതിനെയും സൃഷ്ടിച്ചവൻ കൂടി നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. അതിലിരിക്കുന്ന സമയത്ത് ലോകത്തിലുള്ള ആരുമില്ല എന്ന് പറഞ്ഞവരുടെ കൂടെ ലോകത്തുനിന്ന് ഒരുപാട് ആളുകൾ വരും. അവർക്കും ഗുണം കിട്ടും, ഇവർക്കും ഗുണം കിട്ടുന്ന അവസ്ഥയിലായിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ കൂടിയാണ് ഒന്നിനെയും നിങ്ങൾ മാസ്റ്റർ ആക്കാതിരിക്കുക. ഒന്നിനെയും നിങ്ങളുടെ മാസ്റ്റർ ആക്കാതിരിക്കുക. ഒന്നിനെയല്ലാതെ ഏതോ ഒന്ന്, ആ ഒന്നിനെയല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ എന്താക്കാതിരിക്കുക? നിങ്ങളുടെ മാസ്റ്റർ ഇലാഹ് ആക്കാതിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പ്രപഞ്ച സത്യം. ഈ പ്രപഞ്ച സത്യമാണ് ഇവിടുത്തെ പൂക്കളും കായ്ക്കളും കനികളും മരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനെയും നിന്റെ മാസ്റ്റർ ആക്കിയിടല്ലേ. ഏതോ ഒന്നുണ്ട്, അതിനെ മാത്രം നിന്റെ മാസ്റ്ററാക്കി നിനക്ക് നിലനിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ വേറെ ആരും നിന്റെ മാസ്റ്റർ എന്ന് നീ ധരിച്ചു പോയ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സർവേ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് റൂട്ടും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ റൂട്ടിനെ പറ്റിയിട്ട് ചിന്തിക്കുക. എൻ്റെ റൂട്ട് എന്താ നിങ്ങൾ ഓർക്കാം, നിങ്ങളിൽ കണ്ടംപ്ലേറ്റ് ചെയ്യുക. എൻ്റെ റൂട്ടിൽ എന്താണുള്ളത്, എൻ്റെ റൂട്ടിലെ വാല്യൂസ് എന്തൊക്കെയാണ്, എന്നെ ഞാനാക്കി മാറ്റുന്നത് എന്താണ്. അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് നമ്മൾ. അതിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് വ്യത്യാസം ഇല്ലാണ്ടിരുന്നാൽ മതി എന്നുള്ള. ഈ ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. എല്ലാ പൂക്കളും ഒരുപോലെയല്ല. എല്ലാവരും എല്ലാവരായിട്ട് ഇരിക്കാനുള്ള ഫ്രീഡം നമുക്ക് കൊടുക്കാൻ പറ്റുക നമ്മളായിട്ടിരിക്കുമ്പോൾ മാത്രമാണ്. നമ്മളായിട്ടിരിക്കാതിരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും കറക്ഷൻ ആയിരിക്കും. ഓരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ. ഈ ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങളായിട്ടില്ല. നിങ്ങളായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും അവരായിട്ടിരിക്കാനുള്ള അവസ്ഥ കൊടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അവനവൻ്റെ ആക്സിസിലേക്ക് ചേരാത്ത ഒരാളും മറ്റുള്ളവൻ്റെ പറമ്പിലേക്ക് വീട്ടിലേക്ക് കണ്ണിട്ട് നോക്കരുത്. അവനവൻ്റെ ആക്സിസിലിരിക്കുക. അവനവൻ്റെ ആക്സിസിലിരുന്ന് കഴിഞ്ഞാൽ ശുക്രനോ ചൊവ്വക്കോ മെർക്കുറിക്കോ വീനസിനോ ഏർത്തിനോ മാസിനോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇതെന്താണ് ശനിക്ക് മാത്രമല്ല, സാറ്റേൺ മാത്രം ഇങ്ങനെ റിങ്, എനിക്കെന്താ റിങ് തരാത്തേ, ഇങ്ങനെയൊക്കെ ചോദിച്ചൂടെ? എന്താ പ്ലൂട്ടനെ പുറത്താക്കിയേ, എന്തിനപ്പോൾ അകത്താക്കിയേ എന്ന് പറഞ്ഞിട്ട്. ആരും പുറത്തും അകത്താക്കിയിട്ടില്ല, മനുഷ്യന്മാരാക്കിയതാണ്. ഒരിപ്പോഴും ഒരുമിച്ച് പോകാൻ നമുക്കാ പ്രശ്നം. സൗരയൂഥത്തിൽ ചേർക്കണോ ചേർക്കണ്ടേ, ഒരു സൗരയൂഥം എന്നുള്ള പേര് പോലും അറിയിട്ടില്ല. റൈറ്റ്? അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് കറങ്ങാൻ ഒരു ഭ്രമണപഥം കൊടുത്തു, അത് ഭംഗിയിൽ അവർ ചെയ്യുന്നുണ്ട്. പ്രദക്ഷിണം വെക്കാൻ അല്ലേ ഒരു സൂര്യനെ കൊടുത്തു, ത്വാഫ് ചെയ്യാൻ ഒരു സൂര്യനെ കൊടുത്തു, അതിനോട് ചുറ്റും കറങ്ങിക്കോളാൻ പറഞ്ഞു. ഒരു ഭംഗിയിൽ കറങ്ങുന്നുണ്ട്. ഒരു ഇക്വേഷൻ മിസ്റ്റേക്കും വരില്ല, കാരണം അവർ ട്രൂത്ത് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ആക്സിസ് കണ്ടെത്തിയിട്ടില്ല, എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാ ആക്സിസിലും പോയിട്ട് ഇതിങ്ങനെ കറങ്ങണം, തിരിഞ്ഞ് കറങ്ങി ഒരു കുത്തൊടുത്ത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യമില്ല. സോ ഈ പ്രകൃതി പ്രപഞ്ചം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരായിട്ടിരിക്കട്ടെ എന്നതാണ്. വൈവിധ്യം നിറഞ്ഞതാണ് ഈ ലോകം. അപ്പോഴാണ് ഈ ലോകം ഉദ്യാനമായി മാറുന്നത്. നമ്മൾ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പറയും, ഉദ്യാനത്തിൽ പോകാം, ഗാർഡനിൽ പോകാം എന്നൊക്കെ നമ്മൾ പറയും. മനുഷ്യൻ ഈ സുന്ദരമായിട്ടുള്ള ഉദ്യാനം കാണിച്ചു തന്നതിലൂടെ തന്നെ ദൈവം നമ്മളെ എന്താണ് ആ പ്രകൃതിയിലൂടെ പഠിപ്പിക്കുന്നത്? എല്ലാ പൂക്കളും ഒരുപോലെയല്ല, എല്ലാ ചെടികളും ഒരുപോലെയല്ല. ഇന്നേ വരെ റോസാപ്പൂവിന് ഒരു പരാതി ഉണ്ടായിട്ടില്ല മറ്റുള്ള പൂക്കളെ നോക്കിയിട്ട്, അല്ലേ? മുല്ലപ്പൂവിന് ഒരു പരാതി ഉണ്ടായിട്ടില്ല സൂര്യകാന്തിയെ നോക്കിയിട്ട്. അല്ലെങ്കിൽ സൂര്യകാന്തി എന്ന് ഒരാൾ പാട്ട് എഴുതിയപ്പോൾ മുല്ലപ്പൂ പോയി പരാതി പറഞ്ഞിട്ടില്ല, എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതാത്തെ, അത് ഓർക്ക് മാത്രം തണ്ട് കൂടുതലാണോ? ഒന്നുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇടം എന്തുണ്ട്, ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അവർ ആ അച്ചടക്കത്തിൽ നിന്നതുകൊണ്ടാണ് അവരെ പറ്റിയിട്ട് മനുഷ്യന്മാരായ കവികളൊക്കെ ഒരുപാട് എഴുതിയത്. അവർ പരാതിയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരൻ്റെ കാര്യത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ടിരിക്കുന്ന, അവനവൻ്റെ ആക്സസ് കണ്ടെത്താത്ത ആൾക്കാരോ, അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ പറ്റിയിട്ട് കുറവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ചെടിയോ പ്രകൃതിയിലെ മറ്റേതെങ്കിലും വിഭവങ്ങൾ ഇന്നേ വരെ മറ്റൊരാളെ കുറ്റം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ആർക്കും ഇല്ല. മനുഷ്യരിൽ മാത്രം അത് സംഭവിച്ചത്. അപ്പോൾ മനുഷ്യരിൽ അത് സംഭവിക്കാനുള്ള കാരണം മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിക്കുന്നത് കൊണ്ടാണ്. അത് അവന് ആക്സസ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളൊക്കെ തേടേണ്ടത് എല്ലാ പരാതികളും പരിഭവങ്ങളും അവസാനിക്കുന്ന ഒരിടമുണ്ട്, അത് നമ്മൾക്കകത്താണ്. നമ്മളായിട്ടിരിക്കലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ കാണുന്നത് നിങ്ങൾക്ക് കുറയണോ? ഓരെന്താ അങ്ങനെ ആയിപ്പോയേ, അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അത് അവസാനിക്കണം നിങ്ങൾക്ക് കാണണോ? ഒരു മാറാൻ നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങളൊന്ന് നിങ്ങളുടെ ആക്സസിലേക്ക് വന്ന് നോക്കിയേ, നിങ്ങൾക്ക് പിന്നീട് അതൊരു പ്രശ്നമേ ആവില്ല. ഇപ്പം റീസെൻറ്റ് ഗൈഡ് ടോക്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പല ആൾക്കാർ ഇവിടെ വന്നിരുന്ന് കുറച്ച് ഇങ്ങനെ ഇരുന്ന് പോയപ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടായിരുന്ന ചില വേദനകളൊക്കെ മാഞ്ഞുപോയി. എന്താ സംഭവിച്ചാൽ അറിയില്ല. ഭയങ്കര വേദനയായിട്ട് വന്ന വേദന, ശരീരവേദനയും മാനസിക വേദന രണ്ടും കൂട്ടാം.
ശാരീരികമായിട്ട് വേദനയുള്ള ആൾക്കാരും നിലത്തിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു, കാൽമുട്ട് വേദന കൊണ്ട്. ഇപ്പോൾ ഒന്നുകൂടി GTക്ക് വരാനിരിക്കുക, എന്തിന്, ഇനി നിലത്തിരിക്കാം, എവിടെ പോയി എന്നറിയില്ല. അപ്പം ഈ വേദനകളൊക്കെ ആളുകൾക്ക് മാഞ്ഞു പോകണം നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെ പോയി എന്നറിയില്ല, പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ഇതെങ്ങനെ പോകണം നമ്മൾ കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളായിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പം നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വിട്ടുപോകും. ഗൈഡ് ടോക്കിൽ നിങ്ങളാക്കി ഇരുത്താണ്, എല്ലാവരും ആക്കിയിട്ട് നമ്മൾ ഇരുത്താണ്. വൈവിധ്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ക്വാളിറ്റിയാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലൊരു രഹസ്യം എന്താണ്, മറ്റൊരാളെ ജഡ്ജ് ചെയ്യാത്ത മനസ്സുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ വലിയൊരു രോഗം മാറും. ക്ലിയർ? കുറേ രോഗങ്ങൾ മനസ്സിലെ മാലിന്യങ്ങളെ കൊണ്ട് ആത്മാവിനത് ബാധിച്ചിട്ട് ആത്മീയ രോഗമായതിനു ശേഷം ശാരീരികവും മാനസികമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനാണ്. ആത്മാവിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? മനസ്സിൽ നിങ്ങൾ ഈഗോ നിറയ്ക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ സാധനം കാര്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാണ്ട് തുറന്ന മനസ്സോടു കൂടി ഇങ്ങനെ ഇരിക്കുമ്പം ആത്മശാന്തി ലഭിക്കുന്നു. ആത്മശാന്തിയിൽ നിന്നും എന്ത് കിട്ടുന്നു? മനഃശാന്തി കിട്ടുന്നു. ആത്മശാന്തിയും മനഃശാന്തിയും ഒന്നിക്കുമ്പോൾ ശാരീരിക ശാന്തി കിട്ടുന്നു. ആത്മീയം, മാനസികം, ശാരീരികം, മൈൻഡ്, ബോഡി, സോൾ ഇതൊന്നിക്കുമ്പോൾ എന്ത് ഗുണം കിട്ടും? നമുക്ക് ജീവിത ശാന്തി കിട്ടുന്നു. അപ്പോൾ ബിസിനസ്സിലാണെങ്കിലും മറ്റുള്ള എല്ലാത്തിലും അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടുന്നു. ഇതാണ് ഗൈഡ് ടോക്കിൽ ഒരു വെറൈറ്റി ഇക്വേഷൻ. പിന്നെ എന്തിനും നമ്മളത് നഷ്ടപ്പെടുത്തണം? അത് ഒരാൾ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ കുറേ ആൾക്കാർ അങ്ങനെ വന്നിരിക്കുക വിചാരിക്കുക. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ജഡ്ജ് ചെയ്തോ? ഇത്തിരി നേരം ഇരുന്നപ്പോൾ എന്നാലും ഓരെന്തായിരിക്കും അങ്ങനെ ആയത്? അങ്ങനെ ജഡ്ജ് ചെയ്തോ? നമ്മളെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അതെന്തിനു തുല്യമാണ്? ഒരു ഉദ്യാനത്തിന് തുല്യമല്ലേ? വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊന്നും പറയാണ്ട്, വേറൊന്നും ചിന്തിക്കാണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താണ്ട്, ആരെ തലയിൽ ഒന്നിടാണ്ട് അവരവരായിട്ടുള്ള പൂക്കളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശരിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയെ മനസ്സിനെ നോക്കുന്നൊരു കണ്ണാടി ഉണ്ടെങ്കിൽ ആ കണ്ണാടിയിലൂടെ നമ്മളിങ്ങനെ ഒരു ലെൻസിലൂടെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടായിരിക്കും. റൈറ്റ്? വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ, വ്യത്യസ്തമായിട്ടുള്ള മനസ്സ്, പക്ഷെ ഓരോരുത്തരും അവരവരായിട്ട് ഇരിക്കുന്നില്ല. ഇതിലൊരു മെഡിസിൻ ഉണ്ട്, ഇതിലൊരു മരുന്നുണ്ട്. ആലങ്കാരികമായിട്ട് പറയല്ല, ആ മരുന്നിനെയാണ് നമ്മളിവിടെ GTയിലിരിക്കുന്ന പലർക്കും എക്സ്പീരിയൻസ് ആയിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് എ സ്പിരിച്വൽ സൊല്യൂഷൻ, ദാറ്റ്സ് എ സ്റ്റേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി. ഓൾസോ നമ്മുടെ ശരീരത്തിലും മനസ്സിലും മരുന്നുള്ള പോലെ തന്നെ നമ്മുടെ ആത്മാവിൽ എന്തുണ്ട്? മരുന്നുണ്ട്. ആത്മാവിലെ മരുന്ന് അറിയണമെങ്കിൽ ആത്മാവിന് മരുന്നാകാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ ഇരിക്കണം, അവസ്ഥയിൽ നമ്മളാകണം. ആ ഒരു അവസ്ഥയെ പറ്റിയിട്ട് ഇന്ന് ഞാൻ പറഞ്ഞത്, റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റൂട്ടിൻ്റെ ബ്യൂട്ടിയിലേക്ക് കണ്ടംപ്ലേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്യൂട്ടി പുറത്തേക്ക് വേറെ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ടിയ സൗഖ്യങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. അപ്പം അസുഖത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അസുഖം മാറാന്നുള്ളതാണ് ഏറ്റവും വലിയ സൗന്ദര്യം, ഏറ്റവും വലിയ ആസ്വാദനം. അതിനേക്കാളും വലിയ സൗന്ദര്യം അവർക്ക് കാണാനില്ല. അപ്പോൾ അവർ അസുഖം മാറുന്ന സമയത്ത് ആ സൗന്ദര്യത്തെ അവരിങ്ങനെ വർണ്ണിക്കും. എനിക്ക് എന്തൊരു സുഖമുണ്ട് ഇപ്പം നടക്കാൻ, എന്ത് സുഖമുണ്ട് ഇരിക്കാൻ, എന്ത് സുഖമുണ്ട് കിടക്കാൻ. ഇത് ആ സൗന്ദര്യ ആസ്വാദനം തന്നെയാണ്. ആരോഗ്യം എന്ന സൗന്ദര്യത്തെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്തില്ലാത്തൊരാൾക്ക്, ഭയങ്കര സാമ്പത്തിക ക്ലേശം അനുഭവിച്ച ഒരാൾക്ക് സമ്പത്തിൻ്റെ ഒഴുക്കിങ് വരുമ്പോഴേക്ക് സമ്പത്തെന്ന സൗന്ദര്യം അവരെന്ത് ചെയ്യാണ്? ആസ്വദിക്കുകയാണ്. അപ്പോൾ അവരെങ്ങനെ ആ സൗന്ദര്യത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം എനിക്ക് എൻ്റെ കുട്ടികളുടെ കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നു, എൻ്റെ പാരൻസിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു, സൊസൈറ്റിക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നു. എന്തൊരു സുഖം! ഇതെല്ലാം ഭംഗി എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ആസ്വാദനം എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആസ്വാദനത്തിനപ്പുറത്തേക്ക് ആത്മാവ് ഉണരുമ്പോൾ കിട്ടുന്ന ആസ്വാദന തലങ്ങളുണ്ട്, ഭംഗിയുടെ തലങ്ങളുണ്ട്. അത് എല്ലായിടത്തും നിർവചിക്കപ്പെടണം, എല്ലായിടത്തും നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ റൂട്ടിനെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റിൽ തന്നെ ബ്യൂട്ടിയെ കൂടി നിങ്ങൾ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. ക്ലിയർ? വാട്ട് ഈസ് ബ്യൂട്ടി എന്ന് ചോദിക്കുമ്പം അഴകുള്ളത് എന്തെന്ന് പറയുമ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റീഫ്രെയിമിങ് ഇന്നിവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡിൽ അത് കറക്റ്റ് പ്ലാന്റഡ് ആയിട്ടുണ്ടെങ്കിൽ, പാറ്റേൺ ആയിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പം നിങ്ങൾ സാധാരണക്കാർ കാണാത്ത ഭംഗി നിങ്ങൾ കണ്ടെത്തും. എല്ലാത്തിലും കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറത്തേക്ക് അകക്കണ്ണുകൊണ്ട് കാണേണ്ടേ അത് ഉണർന്നു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ പിക്ക് ചെയ്യാത്ത പലതും നിങ്ങൾ പിക്ക് ചെയ്ത് തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതം മാറ്റും. എല്ലാവരും തിരഞ്ഞെടുക്കണം, നിങ്ങൾ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കണ്ണിലൂടെ നിങ്ങൾ നോക്കുന്നതുകൊണ്ടാണ്. ജീവിതം മാറണമെങ്കിൽ വ്യത്യസ്തമായ കണ്ണിലൂടെ നോക്കണ്ടേ? വ്യത്യസ്തമായിട്ടുള്ള കണ്ണിലൂടെ നോക്കാനുള്ള ഇൻസ്റ്റലേഷൻ ഡിസ്കഷനാണ് നമ്മൾ ഇത്രയും നേരം നടത്തിയത്. അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ കാണുമ്പം സാധാരണഗതിയിൽ ആരും പിക്ക് ചെയ്യാത്ത, എന്നാൽ നിങ്ങളത് പിക്ക് ചെയ്യാൻ ഒരു റീസൺ ആയിരിക്കും. വൈ എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ റൂട്ടിൽ നിന്നും വന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ പറ്റും. അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ യുണീക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. യുണീക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പം എൻ്റെ ക്ലാസ്സിനെ പറ്റി പലരും പറയാറുണ്ട്, അറിയുന്ന കാര്യം തന്നെയല്ലോ, പക്ഷെ വേറൊരു രീതിയിൽ അല്ലേ, ഇതൊക്കെ നമുക്ക് അറിയണം. പക്ഷെ ഇങ്ങനത്തെ ഒരു ആംഗിൾ എന്ന് പറയുമ്പം അതാ ഞാൻ പറഞ്ഞത്, ആ ആംഗിൾ ഏതാ? യുണീക്ക് ആംഗിൾ.
എല്ലാത്തിനും അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പം നമ്മുടെ പാർട്ട്ണറിനൊക്കെ അങ്ങനത്തെ ഒരു ആംഗിളിൽ കണ്ടാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. വേറൊരു ആംഗിളിൽ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, വേറൊരു പെർസെപ്ഷനിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് ആകെ കയ്യിൽ പോയി, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, പിന്നെ ആകെ നല്ല കഥ, എൻ്റെ പാർട്ട്ണർ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ സ്റ്റോറീസ്, നമ്മുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ സ്റ്റോറി. റീസെൻ്റ് ആയിട്ട് വിറ്റ്നസ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, ഇന്ന് വരെ ഇത്രയും നല്ല മനുഷ്യനായിരുന്നോ എൻ്റെ കെട്ടിയോൻ, എൻ്റെ കെട്ടിയോൾ എന്ന് അത്ഭുതം കൂറി നിന്ന ആൾക്കാരുണ്ട്. അതെപ്പോഴാണ് വരുന്നത്? കെട്ടിയോ മാറിയപ്പോഴല്ല, കെട്ടിയോൾ മാറിയപ്പോഴല്ല, അവരവരകത്ത് ആ ആംഗിൾ മാറിയപ്പം വേറെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വരാൻ വേണ്ടി തുടങ്ങുന്നതാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം ഒരുമിച്ച് ക്ലാസ്സിന് വന്ന ആൾക്കാരുണ്ട്, ഒന്നിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നിച്ച് സെഷന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ കെട്ടിയോനെ ഇവരെങ്ങാനും ഇങ്ങനത്തേലൊക്കെ വന്നിരിക്കണമെങ്കിൽ ലോകാത്ഭുതം നടക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഒന്നാമത്തെ അത്ഭുതം നിങ്ങളാണെങ്കിൽ, ഈ ലോകത്തിലെ ഒന്നാമത്തെ അത്ഭുതം നിങ്ങളാണെങ്കിൽ, നിങ്ങൾ എന്ന അത്ഭുതത്തിന് അത് നടത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല, നിങ്ങൾ എന്തായിട്ട് അത്ഭുതമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഈ ലോകം മൊത്തം നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള അടിമയാക്കി മാറ്റിയിരിക്കാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ പറയാം. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ, ഞാനൊക്കെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അതിൽ തന്നെ നിങ്ങൾ അടിമയാക്കി. നിങ്ങൾ മനുഷ്യരുടെ അടിമയാണ്, ഒരു കൂട്ടായ്മയുടെ അടിമയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ കിട്ടൂ, കാരണം നിങ്ങളുടെ തമ്പുരാൻ നിങ്ങൾക്കേ ഉത്തരം തരും. അങ്ങനെ ആവണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുന്നത്? ഉടമയിലേക്കുള്ള അധികാരം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുക. പല ആൾക്കാരും അടിമ എന്ന് പറഞ്ഞിട്ട് ഉടമയില്ലാത്ത അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, സോ ദ റൈറ്റ് ടീച്ചർ, മെൻറ്റർ, ഗൈഡ്, ഹൂഎവർ ഇറ്റ് ഈസ്, ഹൂ വിൽ ഷോ ദ ബ്യൂട്ടി ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭംഗി എന്ത് ചെയ്യും? കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് ഭംഗിയുണ്ടോ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ അറിവൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഭംഗിയുണ്ടോ? നിങ്ങൾ ആരാണ് ബ്യൂട്ടി പഠിപ്പിച്ചത്? സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബ്യൂട്ടി എന്നുള്ള ചാപ്റ്റർ എടുക്കാമെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സൗന്ദര്യം എന്നാൽ ഇതാണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു സൗന്ദര്യം വിഷയമാകുമായിരുന്നില്ല. എൻ്റെ സംസാരത്തിന് സൗന്ദര്യമുണ്ടോ? എൻ്റെ വസ്ത്രത്തിന് സൗന്ദര്യമുണ്ടോ? എൻ്റെ ക്ലാസ്സിന് സൗന്ദര്യമുണ്ടോ? അതൊന്നും ആയിരിക്കില്ല നമ്മൾ നോക്കുക. എൻ്റെ വീടിന് സൗകര്യമുണ്ടോ, സൗന്ദര്യമുണ്ടോ? ഇതൊന്നും ആയിരിക്കില്ല നോക്കുക. ബ്യൂട്ടി ഈസ് ഇക്വൽ ടു, ഞാൻ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളിൽ എന്തെല്ലാം സൗന്ദര്യം നിറഞ്ഞിരിക്കുന്ന, അനുഭൂതി നിറഞ്ഞിരിക്കുന്ന എന്തൊക്കെ നിങ്ങൾക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റുമായിരുന്നു. നമ്മളൊക്കെ ചതിക്കപ്പെട്ടതാണ്. ശരിക്ക് എന്താണ് ഭംഗി, എന്താണ് അത്ഭുതം നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ അത്ഭുതം ആരാണ്? ഞാനും നിങ്ങളും, നിങ്ങൾ ഓരോരുത്തരും. അതങ്ങനെ പറയും, ഫസ്റ്റ് വണ്ടർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾക്ക് പറയേണ്ടത് ഞാനാണ് അല്ലേ എന്ന് നമുക്കറിയാം, പറയാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അത് വെറുതെ പറയല്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റണം. നിന്നെ ഉൾക്കൊള്ളാതെ, നീ എന്ന അത്ഭുതത്തെ ഉൾക്കൊള്ളാതെ നിനക്കൊരിക്കലും ഇവിടെ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം ഉൾക്കൊള്ളാൻ പറ്റൂല, ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഏത് ദൈവം, ഏത് പഠിച്ചോ? നമ്മളൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ട് ഇങ്ങനത്തെ അനുഭവം തന്നിട്ട് എന്ത് പഠിച്ചോ, ഏത് ദൈവം എന്ന് ചോദിക്കുന്നത് നമ്മൾ ഉൾക്കൊള്ളാൻ ഇപ്പോഴും പറ്റില്ല. നമ്മൾ ഈ ലോകം നിർവചിച്ച കുറേ സൗന്ദര്യത്തിൻ്റെ കോണിലൂടെ നോക്കിയിട്ട് പറയാം നമ്മളൊക്കെ ഇങ്ങനെ ആയി പോയില്ലേ എന്ന്. എന്നാൽ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന, ശ്വസിക്കാൻ പറ്റുന്ന, ചിന്തിക്കുമ്പോഴേക്ക് അത് പറയാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന, ഇതിനൊക്കെ പറ്റുന്ന, നടക്കാൻ പറ്റുന്ന, ഇരിക്കാൻ പറ്റുന്ന, കിടക്കാൻ പറ്റുന്ന, ഉറങ്ങാൻ പറ്റുന്ന, രുചിക്കാൻ പറ്റുന്ന, കുടിക്കാൻ പറ്റുന്ന, ഭുജിക്കാൻ പറ്റുന്ന, അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഞാനെന്ന് പറയുമ്പോൾ എടാ ഞാനൊരു സംഭവമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതൊക്കെ നോർമൽ, ലോകം നിർവചിച്ചു, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ സംഭവമാണത്. അത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു നമ്മളൊക്കെ എങ്ങനെ ആക്കിയില്ലേ എന്ന്. ഇപ്പം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് വേരിലേക്ക് നോക്കാത്തത് തന്നെയാണ്. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സമയത്ത് നമുക്ക് മനസ്സിലാവും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാന്ന് കേട്ടില്ല നിങ്ങൾ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞതിന് ഞാൻ മുന്നേ ജീട്ടിയിൽ പറഞ്ഞിട്ട് പുതിയ കുറേ ആൾക്കാർക്ക് വേണ്ടി പറയാം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞാൽ ഒരു തൃപ്തി ഇല്ലാണ്ട് സ്വീകരിക്കുന്ന സാധനമല്ല അത്. ഞാൻ വിചാരിച്ചു എനിക്കൊരു 500 രൂപ കിട്ടുമെന്ന്, തന്നത് 150. നമ്മളറിയാം സാരില്ല മോളെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാണ്, എന്നാ ഓക്കെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു തൃപ്തി ഇല്ലാണ്ട് അത് വാങ്ങിക്കണേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞാൽ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, എന്നാൽ വേറെ ആരോ 500 പ്രതീക്ഷിച്ചു, എനിക്കൊരു 150 കിട്ടി, ഇതാണ് അൽഹംദുലില്ലാ സന്തോഷം. അതാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റും. അത് തൃപ്തി ഇല്ലാണ്ട് സംഭവിക്കണമല്ല, അത് നമ്മളൊരു അത്ഭുതമാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണുള്ളത് അത് തന്നെ നമുക്ക് തൃപ്തിയാകും. കാരണം അത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മളിലുണ്ട്, അത്രത്തോളം അനുഗ്രഹപൂർണ്ണമാണ് എൻ്റെ ജീവിതം എന്നത് അറിയുന്ന സമയത്ത് ഇനി കിട്ടുന്നതൊക്കെ എന്താ, 5 രൂപ എന്നാലും 10 രൂപ തന്നാലും എക്സസാണ്.
കൂടുതലാണ്. അപ്പം അതെന്ത് തന്നാലും നമുക്ക് എന്താ ഓക്കെയാണ്. കാരണം ഞാൻ ഓൾറെഡി ഓക്കെ ആയിട്ടിരിക്കുക, അതിലേക്ക് നിങ്ങൾ എന്ത് തന്നാലും അത് ബോണസ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ആ രീതിയിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ട് വെക്കാൻ ഇൻവെസ്റ്റിംഗ് ഇൻ ദ റൂട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സെഗ്മെൻറ്റ് തൽക്കാലം ക്ലോസ് ചെയ്ത് നമ്മളെ എല്ലാ ആഴ്ചയും നടക്കണ പോലെയുള്ള നമ്മുടെ Q&A ഡിസ്കഷനിലേക്ക് പോവാം. ഞാൻ പറയാറുണ്ട്, ഈ Q&A എന്ന് പറയുന്ന സെഗ്മെൻറ്റ് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അലൈൻഡ് ഹീലിംഗ് ആണ്. അലൈൻഡ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തോ ചോദിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ മരത്തിൻ്റെ കഥ പറഞ്ഞാൽ അത് ഓരോ പ്രശ്നമല്ലേ ആയിക്കോട്ടെ, നമുക്കതിലൊരു പങ്കുമില്ല, എന്നാലും ആയിക്കോട്ടെ. പക്ഷെ അവരുടെ പ്രശ്നം അവരവിടെ പറയുകയും നമ്മളവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സൈഡിലിരുന്ന് അത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കുമ്പം, അത് കേട്ടിരിക്കുമ്പം, അതിൽ കണ്ടംപ്ലേറ്റ് ചെയ്യുമ്പം, അതല്ലെങ്കിൽ കൂടി അതുപോലത്തെ വേറെ ഏതെങ്കിലും ലെയർ പ്രോബ്ലം നിങ്ങളിലുണ്ടെങ്കിൽ അത് അവിടെ ലൈവായിട്ട് എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഇതിനെ കളക്റ്റീവ് ഹീലിംഗ് എന്ന് പറയാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, മരങ്ങൾ വ്യത്യസ്തമാണ്, റൂട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ സമയത്ത് ഓൺലൈനിലൊരു 350ഓളം ആൾക്കാർ ഓൺലൈനിലുണ്ട്. ഇവിടെ ഒരു 40-50 അടുത്ത ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇന്ന് ഈ ഗൈഡ് ടോക്കിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു ഡിവൈൻ പ്ലാൻ ആയിരിക്കും അല്ലേ, നിങ്ങൾ എന്നെ ഇവിടെ വന്നിരിക്കാന്ന്. അപ്പം നമ്മളുടെ ചുറ്റിലും നടക്കുന്ന ചില കാര്യങ്ങൾ അതിലെനിക്ക് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ നമ്മൾക്ക് ആക്ച്വലി അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കായിട്ടാണ്. അപ്പം നിങ്ങളിന്ന് ഇവിടെ വന്നിട്ട് ചില ആൾക്കാരുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യമുണ്ട്, ഒന്നുകിൽ ഇപ്പോൾ, അല്ലെങ്കിൽ മുൻകഴിഞ്ഞതിൽ, അല്ലെങ്കിൽ വരാനിരിക്കുന്നതിൽ. അപ്പോൾ അതിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഹീൽ ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതാണ് കളക്റ്റീവ് ഹീലിംഗ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരിക്കലും സെഷനുകളിൽ സമയം വെറുതെ കളയണമെന്ന് ചിന്തിക്കാത്ത ഒരാളാണ്. ഒരു സമയം വെറുതെ ആക്കാൻ പാടില്ല. ഇരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ രണ്ടാൾക്കുള്ള ഗുണം. ചിലർ ചോദിക്കാറുണ്ട്, ഓരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, നമ്മളിങ്ങനെ പോസ്റ്റായി. അങ്ങനെ പോസ്റ്റാക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുക, ഒരാളെ കൈകാര്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ കൂടി അതെന്ത് ചെയ്യണം, ബെനിഫിഷ്യൽ ആകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പം ചില കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയും, അതിനെങ്ങനെ കൂടി നിങ്ങൾ എടുക്കണമെന്ന് പറയാറില്ലേ. കഴിഞ്ഞ വീക്കിലെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ബെനിഫിഷ്യൽ ആവുമെന്ന് പറയാറുണ്ട്. ഇതുകൊണ്ടുള്ള വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ചിലവിൽ നമുക്ക് ഗോൾ അടിക്കാം. കഴിഞ്ഞ വീക്കിലൊക്കെ പലരും പറഞ്ഞു, വേറെ ചിലരുടെയൊക്കെ ഞാൻ ലൈഫ് ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരുടെ കാര്യങ്ങൾ ട്രിഗേർഡായി, അവരുടെ കാര്യങ്ങൾ സെറ്റായി, അവർക്ക് അതുകൊണ്ട് ക്ലാരിറ്റി കിട്ടി. മാത്രമല്ല ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കടത്തിൻ്റെ വിഷയമൊക്കെ സെഷൻ എടുത്തിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു, ഒരു ആഴ്ച കടം ക്ലിയർ ആയ ആൾക്കാരൊക്കെ പറഞ്ഞു, അവർക്കത് ക്ലിയർ ആയി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് സോ ഹാപ്പി. ഇതെന്തോ മാജിക്ക് നടക്കല്ല, ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അത്രയും ഡീപ്പാണ്. അതിനുള്ള വിഷയങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീക്കിൽ എങ്ങനെയാണ് ഡെറ്റ് ക്ലിയർ ചെയ്യുന്നുള്ള സ്റ്റെപ്പൊക്കെ പറഞ്ഞു, നോർമലേ. അറ്റൻഡ് ചെയ്യാത്തവർക്ക് അറിയാൻ പോലും ഉണ്ടാവില്ല, എന്നിട്ട് വെറുതെ തലാട്ടാ എന്ന് പറയണ്ടായിരുന്നു. കുഴപ്പമില്ല, അത് യൂട്യൂബിലുണ്ട്, അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് കേട്ടിട്ട് കുറേ പേരുടെ ഡെറ്റ് ക്ലിയറൻസ് ഒക്കെ നടന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. അപ്പോൾ എനിവേ നമുക്കിനി Q&A സെഗ്മെൻറ്റിലേക്ക് പോവാം.